ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെയും ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ സർ. ഞാൻ ആരെയും കണ്ടില്ല പുതിയതായിട്ടുള്ള. ഓക്കെ. അല്ല, എനിക്കറിയില്ല. ഞാനും ഉണ്ട്. കുറെ നാളായല്ലോ നമ്മൾ ക്ലാസ് എല്ലാം നടത്തിയിട്ട്. ഇത് ഈ തവണത്തെ ക്ലാസ് ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അവിടെ നമ്മളുടെ ബിജുവിന്റെ വീട്ടിലാണ് ഇത്തവണ എന്റെ ഓഫീസ് വർക്കിനൊക്കെ വേണ്ടി ഞാൻ അവിടെയാണ് വെയിറ്റ് ചെയ്തത്. അപ്പൊ 5 മണിയായപ്പോ ബിജു എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോയി തൊഴാനായിട്ട് പോയി. അപ്പൊ ആ സമയത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ്. അപ്പൊ അവിടെ നന്ദികേശന്റെ ഒരു ചെറിയൊരു രൂപമുണ്ട്. എന്തിനാണോ അത് കല്ലിൽ കൊത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ആയതുപോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അവിടെ പലരും വന്നിങ്ങനെ തൊഴുതു നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് ഞാൻ ബിജുയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ നന്ദികേശൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ബിജുവിന്റെ അറിവ് വെച്ച് പറഞ്ഞു, എന്നെ അനുജി, ഞാൻ ആ ഭാഗമൊക്കെ അങ്ങനെ പഠിക്കുന്ന ഒരാളല്ല, എങ്കിലും അനുജി എന്താ പറഞ്ഞത് അത് ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നന്ദികേശനെ കുറിച്ച് പറയാൻ നിൽക്കുമ്പോഴാണ് സുബി വിളിച്ചിട്ട് പറഞ്ഞത്, സാർ ഇപ്പൊ എത്ര തവണയായി നമ്മള് ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് ഒരെണ്ണമെങ്കിലും വെക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെക്കാന്ന് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് ചോദിച്ചു എന്ത് വിഷയം വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് നന്ദികേശം എന്ന നാന്ദികേശത്തെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ നാന്ദി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നാന്ദി കുറിച്ചു എന്നാ പറയുന്നത്. നാന്ദി എന്ന് വെച്ചാൽ തുടക്കം എന്നാണത്. പക്ഷെ അത് നമ്മളുടെ പുരാണങ്ങളിലും ഹിന്ദു എഴുത്തുകളിലൊക്കെ നന്ദി കേശൻ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നന്ദി എന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള പോലെ നമ്മൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കടമ നിർവഹിക്കാനുണ്ടെങ്കിൽ ആ തിരിച്ചു കൊടുക്കുന്ന നമ്മൾക്ക് കിട്ടിയ കർമ്മത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അനുകൂല സാഹചര്യങ്ങളോ അയാൾക്ക് ഒരു ആപത്തോ വരുമ്പോൾ തിരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ മറ്റ് കാഴ്ചക്കാര് വിളിക്കുന്നതാണ് നന്ദി. അപ്പൊ നന്ദികേശമാണോ നാന്ദികേശമാണോ എന്നുള്ളത് പലരും അറിയാതെ തന്നെ നന്ദികേശം എന്നാണ് പറയുന്നത്. നാന്ദി എന്നുള്ളൊരു വാക്ക് അവിടെ പലരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇനി കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് നാന്ദികേശം എന്ന് ഉള്ള ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചത്തിന്റെ ആരംഭം അതിനിടയ്ക്ക് എനിക്ക് ഈ സുബിയും നമ്മുടെ സബീഷും കൂടി ഒരു ചെറിയൊരു പാര വെച്ചിട്ടുണ്ടായിരുന്നു. പാര എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, പ്രപഞ്ചത്തിന്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവരിങ്ങനെ തലകുത്തി മറിഞ്ഞാണ്. എന്നിട്ട് സാറേ ഞാൻ ഓടി, ഞങ്ങള് ഇത് ചെയ്തതാണ്, ഇത് ബാക്കിയൊക്കെ സാറിന്റെ തലയിലാണെന്ന് പറഞ്ഞിട്ട് അവര് ഒരു പാര വെച്ചിട്ട് അവർ പോവുകയും ചെയ്തു. അപ്പോഴും ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇവര് ഗ്രൂപ്പുകളിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, അവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്നുള്ളൊരു ഭാഗം കൊടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാന്ദികേശം എന്ന് കൊടുത്തു. പിന്നീട് അതിനു മുമ്പ് വേറെന്തോ കൊടുത്തത്, എന്താണ് എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആകാശ പദാർത്ഥത്തിന്റെ ഏതൊരു ഗോളോ ഭൂമിയാണോ ചന്ദ്രനാണോ നക്ഷത്രമാണോ എന്താണെന്ന് തന്നെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഫേസ്ബുക്കിലും മറ്റുമെല്ലാം ഈ നാന്ദികേശത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം എന്നുള്ളതാണ്. ഈ ഹോളിലൂടെ നോക്കുമ്പോൾ കാണുന്ന പ്രപഞ്ചത്തെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? നമ്മളൊരു കീ ഹോള് അതിലൂടെ നോക്കുമ്പോ പുറത്ത് ആ ഒരു പ്രപഞ്ചത്തെ കാണുന്നത്, അതായിരുന്നു നമ്മൾ തേമിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തുപോട്ടെ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചാരംഭം എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നാന്ദികേശം മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ജനങ്ങൾ ഈ പരസ്യം കണ്ട ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് അതല്ലെങ്കിൽ നമുക്കൊരു നാന്ദികേശത്തെ കുറിച്ച് മാത്രം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞത് തീർക്കാം എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ എന്റെ മനസ്സിനകത്തുണ്ടായത്.
ഇനി ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത് അനിൽജി വന്നിട്ടുണ്ട്, കൈ റൈസ് ചെയ്തിട്ടുണ്ട്, ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിബു ഒക്കെ. ഓക്കെ ഷിബു. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വ്യാസഭഗവാനും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ളൊരു ഒരു പ്രപഞ്ച ആരംഭത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യോത്തരമുണ്ട്. അപ്പോ പിതാവിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുന്നുണ്ട്, ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ ഈശ്വരന്റെ ഘടന എന്താണ് എന്നുള്ളത് ആണ് മകന്റെ ചോദ്യം. അപ്പൊ ഈശ്വരൻ എന്ന വാക്ക് വേദത്തിലില്ല, പരമാർച്ചിത്ത് എന്നാണ് വേദത്തിലുള്ളത് എന്ന് വ്യാസൻ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോ വീണ്ടും ചോദിക്കുന്നു, ഈശ്വരന്റെ നിർവചനം വ്യാസമുനിയും മകൻ സുഖദേവനും തമ്മിലുള്ള സംവാദത്തിൽ നിന്ന് നമുക്ക് സംശയരഹിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ തമ്മിലുള്ള സംവാദത്തിൽ വരുന്നുണ്ട്. ഈ മഹാമേരു പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന വ്യാസമുനി ഉണർന്നപ്പോൾ ഈ സുഖദേവൻ തന്റെ സംശയം നിവൃത്തിക്കായി ഇങ്ങനെ ചോദിക്കുന്നു, പിതാവേ മഹാമുനെ, ഈ ജഗത്തിന്റെ ഉൽപ്പത്തി എപ്രകാരമായിരുന്നു? ഇത് എന്തുണ്ടായി? ഇതിന് നിമിത്തമായിരുന്നത് ആരാണ്? അപ്പൊ വ്യാസമുനി പറഞ്ഞു, എന്റെ മോനെ, നീ ഇതിനകത്ത് ഇത്രയും കഷ്ടപ്പെട്ട് എന്നോട് ചോദിക്കണ്ട. അവിടെ മാണ്ഡവ്യത്തിലെ അല്ലെങ്കിൽ മാണ്ഡവ്യോപനിഷത്തിലെ സൂക്തങ്ങൾ നീ ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ നിനക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നിനക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഉണ്ട് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. നീ വായിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്നല്ലോട്ട് മുനി പറഞ്ഞത്. ഇപ്പൊ മാണ്ഡൂകം തവളയാണെന്ന് നമുക്കറിയാം അല്ലേ? അതിലെ ആദ്യ ബീജം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ബീജമാണ്, അതും നമ്മൾക്കറിയാം അല്ലേ? അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. അതിന്റെ ആ പുരുപ്പൽ എന്ന് പറയുന്ന പറകൾക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പ്രളയകാലത്ത് ആലിലയിൽ കിടക്കുന്ന കേശവനെ പോലെയാണ് തവള ഉപനിഷത്ത്. അതാണ് മാണ്ഡൂക ഉപനിഷത്ത്. മുനി മറുപടിക്കായി ഈ ഉപനിഷത്തിന്റെ ഒന്ന് രണ്ട് സൂക്തം ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ലോകം എവിടെ നിന്നുണ്ടായെന്നാണല്ലോ നിന്റെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈശ്വര സങ്കല്പത്തിൽ നിന്നും ലോകമുണ്ടായി എന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ ആരോടെങ്കിലും പറയണം ഈശ്വരന്റെ സങ്കല്പത്തിൽ നിന്നാണ് ലോകം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഒരു തരം പൊട്ട ഉത്തരവായി പോകും. അപ്പൊ ഈ സങ്കല്പം എവിടെ നിന്നും വരുന്നു എന്ന ചോദ്യത്തിന്, സങ്കല്പം എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് രൂപത്തിൽ നിന്ന് എന്നൊരു മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ അടുത്ത ചോദ്യം, രൂപം എവിടെ നിന്നാണ് വരുന്നത്? ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. സ്വപ്നത്തിൽ നിന്നാണെന്ന് പറയും. ശരി, സ്വപ്നം എവിടെ നിന്ന് വരുന്നു എന്നതിന് തുരീയത്തിൽ നിന്ന് ആണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പൊ എന്താണ് തുരീയം എന്ന് ചോദിക്കുന്നുണ്ട്. തുരീയം എന്ന് വെച്ചാൽ മഹത്തായ അറിവിൽ നിന്നാണെന്ന്. അപ്പൊ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഈശ്വരന്റെ ഈ ലോകം എന്തിൽ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അറിവിൽ നിന്നാണ് ഉണ്ടായത്. അറിവിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ തുരീയം എന്താണെന്ന് അദ്ദേഹം ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രാണികളുടെ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, പ്രാണി എന്ന് വെച്ചാൽ പ്രാണനുള്ള ആൾക്കാരുടെ, പ്രാണനുള്ള എല്ലാത്തിന്റെയും നാലാമത്തെ ഒരവസ്ഥ, അല്ലെങ്കിൽ ചതുർവേദങ്ങളുടെ നാലാമത്തെ അവസ്ഥ, 4 ജ്ഞാനങ്ങളുടെ അവസ്ഥ. പ്രാണി എന്ന് പറയുമ്പോഴേക്കും ആ പറവയോ ഷഡ്പദങ്ങളോ അതൊന്നുമായിട്ടും തെറ്റിദ്ധരിക്കരുത്. ശബ്ദങ്ങളുടെ നാലാമത്തെ അവസ്ഥ. ഇതുകൊണ്ടൊന്നും ഈ മകൻ എന്ന് പറയുന്ന ശുഭദേവന്റെ സംശയം തീർന്നില്ല. അദ്ദേഹം ഈ വ്യാസനോട് വീണ്ടും ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് അല്ലേ? രുചി, മണം, അങ്ങനെയുള്ള പല കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. അതൊക്കെ സൂക്ഷ്മമാണ്. പക്ഷെ മനസ്സ് സൂക്ഷ്മതരമാണ്. ഇതിനകത്ത് വേറൊരു ഇന്ദ്രിയമാണല്ലോ മനസ്സെന്ന് പറയുന്നത്. പിന്നെ ജീവാത്മാവ് എന്ന് പറയുന്നത് മനസ്സിൽ സൂക്ഷ്മതരമാണെങ്കിൽ ജീവാത്മാവ് സൂക്ഷ്മാതി സൂക്ഷ്മമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പരമാത്മാവോ സൂക്ഷ്മതമം എന്ന് പറയുന്നത്, സൂക്ഷ്മതമം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഇന്ദ്രിയബോധം. ഇതിനേക്കാൾ ലളിതമായ ഒരു ഘടകമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ലളിതമാണ് ജീവാത്മാവ്. ജീവാത്മാവിനേക്കാൾ ലളിതമാണ് പരമാത്മാവ്. അപ്പോൾ ഈ പരമാത്മാവ് തീരെ ബലമില്ലാത്ത ഒന്നാണോ എന്നാ ചോദിക്കുന്നത്. ഇതിനേക്കാൾ ലളിതം എന്ന് പറയുമ്പോഴേക്കും നമ്മളെന്താ പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുമ്പോഴേക്കും വളരെ വലുതായിട്ടല്ലേ നമുക്ക് തോന്നണത്. പക്ഷെ തീരെ ചെറുതാണ്. എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ കേബിൾ പോലെയാണ്. മുമ്പെല്ലാം ചെമ്പ് കമ്പിയൊക്കെ നല്ല ഭാരമുള്ളതായിരുന്നു.
അതിൽ നിന്ന് കിട്ടുന്ന വൈഫൈ അല്ലല്ലോ ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ബലം കുറവുള്ള വസ്തുവിൽ നിന്നാണ് അനേക ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പരമാത്മാവിന് തീരെ ബലമില്ല എന്നുള്ളത് മുമ്പേ ഈ ഒപ്റ്റിക്കൽ കേബിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിന്റെ ചോദ്യം സത്യമാണ്, ആർക്കും മനസ്സിലാവും. പ്രപഞ്ചത്തിലെ ഏറ്റവും ബലം കുറഞ്ഞ തത്വമായ പരമാത്മാവിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും ചലിപ്പിക്കാനും എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പരമാത്മാവിന് തീരെ ബലം കുറവാണ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ബലമില്ലാത്തൊരു വസ്തുവായിട്ടല്ല കാണേണ്ടത്, ഒപ്റ്റിക്കൽ കേബിളായിട്ട് തന്നെ കാണുക. അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും ബലം കുറഞ്ഞ ഈ പരമാത്മാവിന് എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും ചലിപ്പിക്കാനും കഴിയുന്നു? ഈ ചോദ്യത്തിന് വ്യാസമുനിക്ക് ഉത്തരം മുട്ടി. വ്യാസന് ഉത്തരം മുട്ടി എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു കേസാണ്. അത് പക്ഷെ അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം പറഞ്ഞ, നീ ഒരു കാര്യം ചെയ്യും, ജനക മഹാരാജാവിന്റെ അടുത്ത് പോയെന്ന് ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചിലപ്പോൾ ഇതിന് ഉത്തരം തന്നേക്കുമെന്ന് പറഞ്ഞു. കാര്യം ജനകൻ എന്ന് പറയുന്നത് ഋഷിയും കൂടിയാണ്, രാജാവുമാണ് ഋഷിയുമാണ്. അതുകൊണ്ട് രാജശ്രീ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ശുകദേവന്റെ ചോദ്യങ്ങൾക്ക് ബ്രഹ്മവിദ്യയാണ് ജനകൻ ഉപദേശിച്ചത്. ഈ ജൈമിനിയുടെ പൂർവ്വമീമാംസയാണ് ബ്രഹ്മവിദ്യ. അപ്പൊ ജനകൻ പറഞ്ഞു, ഈശ്വരൻ എന്നൊന്നില്ല, അറിവ് ആണ് ഈശ്വരൻ. എവിടെ ചെന്നാലും അറിവുണ്ടെങ്കിൽ നിനക്ക് ജീവിച്ച് മുന്നേറാം. അതുകൊണ്ട് ഈശ്വരനെ കുറിക്കാൻ ജനകൻ പകരം ബ്രഹ്മത്തെയാണ് അവതരിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അറിവിനെ അവതരിപ്പിച്ചു. ബ്രഹ്മം ഒരേ സമയം ഈശ്വരനും ജഗത്തുമാണെന്ന് അറിയാൻ പറഞ്ഞു അദ്ദേഹത്തോട്. ഈ ജഗത്തിന് അറിവുണ്ട്. തീയിൽ നിന്നും തീപ്പൊരി ഉണ്ടാവുന്നത് പോലെ ബ്രഹ്മത്തിൽ നിന്നും ജഗത്തുണ്ടാവുന്നു. അത് സ്വയം പരിണമിക്കും, സൃഷ്ടി നടത്തും, കാലങ്ങൾ കഴിയുമ്പോൾ നശിക്കും അല്ലെങ്കിൽ നശിപ്പിക്കും. എന്ന് വെച്ചാൽ ശവമാക്കാനും ശിവമാക്കാനും ആ ശക്തിക്ക് കഴിയുന്നു. ഇങ്ങനെയാണ് ഈശ്വര സൃഷ്ടിവാദം നിലവിൽ വരുന്നത്. ബ്രഹ്മം ആരെയോ പരിണമിച്ചാണ് ജഗത്തുണ്ടായതെങ്കിൽ കാലം കഴിയുമ്പോൾ ആ ഈശ്വരൻ മരിക്കണം. അതൊരു ഊർജമാണെങ്കിൽ നാശം ഉണ്ടാകില്ല. അതുകൊണ്ട് നീ കാണുന്ന ബ്രഹ്മാണ്ടത്തെ ഈശ്വരനായിട്ട് കാണരുത്. ഇതിനെയും സൃഷ്ടിച്ച ഒരു ശക്തിയെ നിനക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം എന്നാണ് ആ മോളിൽ പറഞ്ഞ ആ വാക്കിന്റെ ഉദ്ദേശം. അപ്പൊ കഠോപനിഷത്ത് നിഷ്കർഷിക്കുന്നത് എന്തെന്നാൽ ആത്മാവിനെ പരമാത്മനെ പോലും വാളുകൊണ്ട് മുറിക്കാനോ നശിപ്പിക്കാനോ പരിണമിപ്പിക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോ തീയിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകുന്നത് പോലെ പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് ഉണ്ടാവും. അഗ്നിയുണ്ട്, അഗ്നിയെ കെടുത്തുവാനാകില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഈ ആത്മാവും പരമാത്മാവും ഒന്നാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടൂല. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിലേക്ക് അതിന്റെ അന്തസത്ത മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഈ മറ്റുള്ള കേൾവിക്കാർക്ക് മനസ്സിലാവുന്ന എന്റെ വിശ്വാസം. അപ്പൊ ആത്മാവിൽ മനസ്സുണ്ട്, ശരീരമുണ്ട്. അത് ജീവികൾക്ക് മാത്രമുള്ളൊരു ഗുണമാണ്, അല്ലെങ്കിൽ ഗുണദോഷം എന്നും വേണമെങ്കിൽ കരുതാം. കാരണം സുഖവും ദുഃഖവും ശരീരം മൂലം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അറിവിന് ശരീരമില്ല ബ്രഹ്മാവിനും എന്ന് ജനകൻ പറഞ്ഞു കൊടുത്തു. എന്നാൽ പരമാത്മാവിൽ നിന്ന് മനസ്സും ശരീരവും അതുമില്ല. അതുകൊണ്ട് ഈശ്വരൻ പ്രപഞ്ചമല്ല. പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ശക്തിയെ വെറും പ്രപഞ്ചം എന്ന് വിളിച്ചാൽ ആ ഉപമയും പൂർണ്ണമാകില്ല. കാരണം ആ അനന്തമായ ശരീരത്തിന് ദോഷങ്ങളില്ലെന്ന് പറയാം. എന്നാലോ പ്രപഞ്ചകോശമായ സൂര്യന് പോലും നാശവും പുനർജന്മവും ഉണ്ട് എന്നെഴുതി വെച്ചേക്കണമെന്നറിയോ? കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചൊരു കാര്യമാണ്. കാര്യം സൂര്യൻ നശിക്കും എന്നുള്ളത് ഇപ്പൊ ISRO വളരെ വ്യക്തമായിട്ട് ഈ അടുത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ഉപനിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രപഞ്ചകോശം എന്നാണ് സൂര്യനെ വിളിക്കുന്നത്. പ്രപഞ്ചകോശമായ സൂര്യന് പോലും നാശവും ഉണ്ട്, പുനർജന്മമുണ്ട്, വീണ്ടും ജനിക്കുന്നു. അപ്പോൾ സൂര്യൻ സൃഷ്ടിയും പുനഃസൃഷ്ടി ഗുണവും ചേർന്നതാണ്. പ്രപഞ്ചം ഈശ്വരനാണെങ്കിൽ സൂര്യന് മരണം ഉണ്ടാകാൻ പാടില്ല, നക്ഷത്രം കത്തിത്തീർന്ന് കറുത്ത ഗോളമാകാനും പാടില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ സൃഷ്ടി കാരണമായ ആ മഹാശക്തിയാണ് ഈശ്വരൻ. അതിനെ കൃഷ്ണനെന്നോ ശിവനെന്നോ ഗുരുവായൂരപ്പനെന്നോ വിളിക്കരുത് എന്നുള്ളത് ഞാൻ പറയുന്നത്. അത് അറിവില്ലായ്മയാണ്. അപ്പോൾ പ്രപഞ്ചത്തിനെയും സൃഷ്ടിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. അതിനെ ഗോളങ്ങളോട് ഉപമ കൊടുക്കുന്നത് യുക്തിയല്ല. പരമാത്മാവ് നിർമ്മല ശുദ്ധമാണ്. ബുദ്ധൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബുദ്ധൻ പറഞ്ഞ നിർവ്വാണം എന്നത് ശരീരവും മനസ്സും ഉപേക്ഷിച്ചുകൊണ്ട്
യാതൊരാൾക്കും ആരുടെയും സഹായം കൂടാതെ പരമാത്മാവിൽ ലയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ശുകദേവനും പറഞ്ഞത്, ശ്രീനാരായണ ഗുരുവും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ ഈശ്വരനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് കുറച്ച് ശങ്കരന്മാരാണ്. അയിത്തം പോലും ആദ്യമായി കൽപ്പിച്ചത് അത്തരം ശങ്കരന്മാരാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ബുദ്ധൻ, ഗുരുദേവൻ ഇവരൊക്കെ നിരീശ്വരവാദിയാണോ എന്നുള്ളൊരു സംശയം വരും ഇങ്ങനെ പറയുമ്പോൾ. യഥാർത്ഥ ഈശ്വരനെ ബുദ്ധനും ശുകദേവനും ശ്രീനാരായണ ഗുരുവും കണ്ടിരുന്നു. ഈശ്വരന്റെ അടുത്തെത്താൻ ഒരു ഇടനിലക്കാരന്റെ, പുരോഹിതന്റെ ആവശ്യമില്ല എന്ന് മാത്രമാണ് അവരെല്ലാം പറഞ്ഞത്. അപ്പൊ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ ആത്മാവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഈ ജീവലോകം. എന്നാൽ ഈ പ്രപഞ്ചം എന്നത് ഭൗതിക ബലതന്ത്രങ്ങളുടെ സൃഷ്ടിയായ ജീവലോക സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം അനേക കോടി വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനഃസൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ അനേക കോടി വർഷങ്ങളായിട്ട് ജനിക്കാൻ മരിക്കാൻ സൂര്യൻ എത്ര പ്രാവശ്യം ജനിച്ചു മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരറിവുമില്ല. പലരും പറയുന്നുണ്ട് 13 പ്രാവശ്യം ഏകദേശം ഈ കൽപ്പം കൂടി എടുത്താൽ 13 പ്രാവശ്യമാണ് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊക്കെ മുമ്പും പ്രപഞ്ചം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സൂര്യൻ ഇനി നശിക്കും, ഇനിയും ഉണ്ടാവും, ഇനിയും പിന്നെ നശിക്കും. അങ്ങനെ കോടാനകോടി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ജീവജാലങ്ങൾക്കും മാത്രമാണ് താൽക്കാലിക മരണം. നശിച്ച് ക്ഷയിക്കുന്നത് കൊണ്ടാണ് നക്ഷത്രത്തിന് പോലും ആ ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോ ജഗത്തുണ്ടായത് കൊണ്ടാണ് ആത്മാവിന് ജീവലോകത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഇതാണ് അദ്ദേഹം കൊടുത്ത ഏറ്റവും നല്ല മറുപടി. എന്നുവെച്ചാൽ ജഗത്തിൽ ജലമില്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകില്ല. മണ്ണ് എന്നുള്ളൊരു വസ്തു ഇല്ലാന്ന് വെച്ചെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ ജീവനും ജലത്തിനും ഒരേ പ്രധാനം തന്നെയാണ് ജീവലോകത്തിലുള്ളത്. എന്നാൽ ഇവിടെ അധിപൻ ആത്മാവ് തന്നെയാണ്. കാരണം അറിയുവാൻ ശേഷിയുള്ളത് ആത്മാവിന് തന്നെയാണ്. അപ്പൊ വീണ്ടും ചോദിക്കും, ആത്മാവിന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആത്മാവിന് എങ്ങനെ ശരീരം വന്നു ചേർന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ അറിയേണ്ടത്. ശിവന്റെ ജടയിൽ നിന്നും പലതും ജനിച്ചതായിട്ട് പുരാണങ്ങളിൽ കണ്ടേക്കാം. ഇനിയാണ് നമ്മൾ ജടയിലേക്ക് വരുന്നത്. ശിവന്റെ ജടയിൽ നിന്നും പലതും ജനിച്ചതായിട്ട് നമ്മൾ പുരാണങ്ങളിൽ കണ്ടിട്ടുണ്ട്. വേദാർത്ഥം ഗ്രഹിക്കും വരെ ഈ പുരാണങ്ങളെ യഥാർത്ഥത്തിൽ വിലക്കെടുക്കേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ ഭാഗം. ഇനി ജഡ എന്നാൽ ജീവനില്ലാത്തതിനു സമാനമായ വസ്തുക്കളെ ജഡ എന്ന് വിളിക്കാം. ആരെങ്കിലും മരിച്ചു പോയാലും ജഡമായെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജഡ എന്ന് വെച്ചാൽ ജീവനില്ലാത്തതിന് സമാനമായ വസ്തുക്കൾ എന്നും മുടി എന്നും അർത്ഥം ഗ്രഹിക്കാം. കാര്യം ജഡമായെന്ന് കരുതി അത് പല ജീവികൾക്കും ഭക്ഷണമാണത്, അല്ലേ? നമ്മളുടെ ജീവൻ പോയെന്ന് കരുതി ഈ ശരീരത്തിന് ജഡം എന്ന് വിളിച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷെ കഴുകനത് ഭക്ഷണമാണ്, കുറുക്കനത് ഭക്ഷണമാണ്. അപ്പൊ കേശം എന്നും മുടിക്ക് പേരുണ്ട്. ജഡവസ്തുവിനെയാണ് കേശവൻ എന്ന് വിളിക്കുന്നത്. മണ്ണ് ജഡവസ്തുവാണ്. കേശവന് ജീവനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ആദ്യം അഗ്നിയും വായുവും പിന്നീട് ജലവും ശരീരകാരണമായ അന്നവും ജനിക്കണം. നമ്മളെപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഭഗവത്ഗീതയിൽ ഒരു മന്ത്രം, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാതി സംഭവ എന്ന് പറയുന്ന ഒരു ഗീതാവാക്യം. അതിന്റെ അർത്ഥം അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാവുന്നു, അന്നം മഴയിൽ നിന്നുണ്ടാവുന്നു, യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാവുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാവുന്നു. ഈ ആശയം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് പരിണാമ സിദ്ധാന്തത്തിന്റെയും കുരങ്ങിന്റെയും പിന്നാലെ ഡാർവിനും കൂട്ടരൊക്കെ ഓടിയത്. നമ്മളെപ്പോഴും പറയുന്നു അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നത്. അപ്പോ ആ വേദോപനിഷത്തുകളിലും ദർശനങ്ങളിലും ശാസ്ത്ര സിദ്ധാന്തങ്ങളെ അതൊന്നും പഠിക്കാണ്ട് വന്നപ്പോൾ നമ്മൾ പലരും മനഃപൂർവ്വം പലതും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പൊ അന്നവും ജലവും കർമ്മവും ഇല്ലാതെ ഒരു ജീവിയും ഒരിടത്തും ജനിക്കില്ല. അന്നത്തെ സൃഷ്ടിക്കാതെ, മഴയെ സൃഷ്ടിക്കാതെ, കർമ്മമില്ലാതെ ഒരു ജീവിയും ഒരിടത്തും ഉണ്ടാകില്ല. ജലം എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ജലം എന്ന വാക്കുണ്ടാകാൻ കാരണം ജീവൻ ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ജന്മം മുതൽ ലയനം വരെ എന്ത് വേണം? ജലം വേണം. സർവ ശരീരവും ലയിക്കുന്നത് ആദ്യം മണ്ണിലേക്കും പിന്നീട് ജലത്തിലേക്കുമാണ്. അപ്പൊ ശരീര കാരണം ജലത്തിൽ അടങ്ങിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തിയാലും ജീവൻ പഞ്ചഭൂതങ്ങളിൽ പല ഭാവത്തിൽ വസിക്കുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് സർവഗുണങ്ങളും അടങ്ങിയ ഭൂതമാണ്. അതാണ് പഞ്ചഭൂതം എന്ന് പറയുന്നത്, നമുക്ക് മുന്നേ ഉണ്ടായതുകൊണ്ട്. അപ്പൊ ആ വേദസങ്കല്പത്തിലെ ഈശ്വരന് ആ ഈശ്വര രൂപം
വേദസങ്കല്പത്തിലെ ഈശ്വര രൂപം എന്ന് പറയുന്ന ഈ കാണുന്ന വിശ്വപ്രകൃതി തന്നെയാണ് ഈശ്വരന്റെ രൂപം. അപ്പൊ ലോകത്തിന് ആദ്യമോ അന്തമോ ഇല്ല. ആ അർത്ഥത്തിൽ ഈശ്വരനെ അനന്തൻ എന്നൊക്കെ വിളിക്കുന്നു. ഇനി ഈശ്വരൻ അതൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പുരാണങ്ങളിൽ പറയും പോലെ ആ ശക്തിക്ക് രൂപമോ, ശപിക്കാൻ നാവോ, വെട്ടാൻ കയ്യോ, അല്ലെങ്കിൽ തൊഴിക്കാൻ കാലോ, കടിക്കാൻ പല്ലോ, കൊല്ലാൻ ആയുധങ്ങളോ ഇല്ല. ശരീരധാരിയല്ല. ഒരിക്കലും മനുഷ്യ ശരീരം എടുത്ത് ഭൂമിയിലേക്ക് കൃഷ്ണരൂപത്തിലോ ശിവരൂപത്തിലോ ഒരു ഈശ്വരനും ഇന്നുവരെയും അവതാരമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, പക്ഷെ അതില്ല. വേദങ്ങൾ പറയുന്ന പ്രകാരം ഒരിക്കലും ഒരു മനുഷ്യനും ഈശ്വരന്റെ രൂപത്തിൽ അവതാരമായിട്ട് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. പ്രവാചകന്മാർക്ക് പോലും ജന്മം കൊടുത്തിട്ടില്ല. എന്നാൽ എല്ലാം അറിയുന്ന, അറിവ് എന്ന അർത്ഥം വരുന്ന ബ്രഹ്മം എന്ന് വിളിക്കുന്ന ആ ശക്തിക്ക് എന്തിനേയും എവിടെ വെച്ചും എന്തും ചെയ്യാനുള്ള ഒരു ഗുണമുള്ളതുകൊണ്ട് ഒരിക്കലും അവതാരങ്ങളെയോ പ്രവാചകന്മാരെയോ സൃഷ്ടിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ വിളിക്കാൻ പറ്റുമെങ്കിൽ, അതിന് ബ്രഹ്മം എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഇനി ബ്രഹ്മം എന്ന് തന്നെ വിളിക്കണമെന്നില്ല. ഇംഗ്ലീഷ് വാക്കിലെ നോളജ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ വിളിച്ചോ, എന്നാലും തെറ്റില്ല. പക്ഷെ മറ്റൊരു പേരും വിളിക്കാതിരിക്കുക. കാരണം ഈശ്വരൻ അറിവാണ്, നോളജാണ്. അങ്ങനെ വിളിച്ചാൽ ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീടിന് നോളജ് എന്ന് പേരിട്ടു, പക്ഷെ ഞാൻ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ബ്രഹ്മം എന്ന് ഇട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോളജ് എന്നും വിളിക്കാം. അപ്പൊ ഈശ്വരൻ അറിവാണ്. ഈ ഒരു നോവലിൽ ഒരു നോവൽ വായിച്ചപ്പോൾ അതിനകത്ത് രസകരമായ ഒരു ഭാഗം അദ്ദേഹം എഴുതിയേക്കുന്നത്, ഒരു വിഡ്ഢിയോടൊപ്പം സ്വർഗത്തിൽ കഴിയുന്നതിലും ഭേദം ഒരു ജ്ഞാനിയോടൊപ്പം ജയിലിൽ കഴിയുന്നതാണ് എന്നുള്ളൊരു ഭാഗം ഒരു നോവലിൽ ഒരിക്കലും ഞാൻ വായിച്ചിരുന്നത്. കാരണം അറിവാണ്, അറിവുള്ളവന്റെ കൂടെ ജീവിക്കുന്ന അത്ര എന്താണ് സ്വർഗം വേറെ ഒന്നിൽ നിന്നും കിട്ടുന്നില്ല. അറിവാകുന്നു. അറിവുള്ളവൻ എവിടെയും ആദരവ് ലഭിക്കുന്നു. അറിവ് അന്നം തരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ചിന്താവിഷ്ടയായ മുഖമുള്ള ആ മുഖത്തിനുള്ള ഭംഗി, ചിന്താവിഷ്ടയായ മുഖത്തിനുള്ള ഭംഗി ബൂട്ടിപ്പാറയിൽ പോയാൽ കിട്ടൂല. അതുകൊണ്ട് അറിവിന് രൂപമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന അറിവിന് രൂപമുണ്ടോ? ഇല്ല. പ്രപഞ്ച ശരീരമായ സർവ്വഗ്രഹങ്ങൾക്ക് രൂപമുണ്ട്, അതിന് ഭാവമുണ്ട്. നമ്മുടെ ശരീരത്തിനും ആ ഭാവം സ്വഭാവം ഒക്കെ ഉണ്ട്. പക്ഷെ ശരീരം അറിവല്ല. ശരീരം ബുദ്ധി ഉള്ളവർക്കും അതില്ലാത്തവർക്കും ഉണ്ട്. ശരീരം അറിവല്ലെന്ന് ബുദ്ധിമാന്യമുള്ളവരെ കാണുമ്പോഴെങ്കിലും ഈ മനുഷ്യനൊന്നും മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ ഈ ശരീരമാണോ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ അല്ല. ആത്മാവ് എന്തൊക്കെയോ മനസ്സിലാക്കി അതാണ് ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്നത് മാത്രം. അപ്പൊ വിശ്വത്തിലെ സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളൊക്കെ ഈശ്വരന്റെ അവയവമായി കാണുക. അതിനെ നിയന്ത്രിക്കുന്ന ജീവനെ പരമാത്മാവെന്നും അങ്ങനെ മനസ്സിലാക്കിയാൽ ഋഗ്വേദത്തിലെ വൃക്ഷസൂക്തം വിവരിക്കുന്ന ഈശ്വര സങ്കല്പം പ്രകൃതി തന്നെയാണെന്ന് ആർക്കും മനസ്സിലാക്കാം. അപ്പൊ ഈശ്വരൻ എന്നത് വിശ്വത്തിൽ കാണുന്ന ഗോചരമല്ലാത്ത വസ്തുക്കൾ തന്നെയാണ്. പ്രകൃതിയുടെ രൂപം തന്നെയാണ് ഈശ്വരൻ. ഗോളങ്ങളും അതുപോലെ സൂര്യചന്ദ്രാദികളും അതിന്റെ അംഗങ്ങളിൽ അല്ലെങ്കിൽ ഭാഗങ്ങളിൽ ഒന്ന് മാത്രം. അങ്ങനെ അറിവായി എണ്ണിയാൽ ഒടുങ്ങാത്ത ശിരസുമായി കണ്ണുമായി ആ അറിവ് എല്ലായിടത്തും ഉണ്ട്. അത് അറിവോടുകൂടിയ ശക്തിയാണ്. അതിനൊരിക്കലും മനുഷ്യരൂപം എടുക്കേണ്ട ആവശ്യമില്ല. വേദങ്ങൾ ഒരിക്കലും ഈശ്വരൻ മനുഷ്യരൂപം എടുത്തൊന്നും സ്വന്തം കൈകൾ കൊണ്ട് തന്റെ രൂപത്തിൽ സൃഷ്ടി നടത്തി എന്നുള്ള കള്ളക്കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. ജാത്തിന്റെ പരിണാമം പ്രകൃതിയാ പൂരാത്. ജീവികൾ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായതാണെന്ന് ഋഷിരചനകൾ വേദത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഗീതമോ അല്ലെങ്കിൽ ഗീതയോ പുരാണമോ ഇതിഹാസങ്ങളോ പറയുന്നതല്ല വേദസത്യം. വൈശേഷിക ദർശനമാണ് വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗോളങ്ങളെ കറക്കുന്ന പ്രപഞ്ചശക്തി നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കൃഷ്ണൻ എന്നൊരു അവതാരം ഗോവർദ്ധനഗിരി എടുത്തു ചെറുവിരലിൽ ഉയർത്തി എന്നുള്ള ഒരു കഥ പറയുന്ന ദൈവസങ്കല്പമല്ല ഭാരത ഋഷികൾ ചതുർവേദങ്ങളിലൂടെ മുന്നോട്ട് വെച്ച ഈശ്വര സങ്കല്പം. അല്ലെങ്കിൽ ദശയാഗത്തിലെ ഹവിസ് ലഭിച്ചില്ലെന്ന് കരുതി ഭാര്യയായ പാർവതിയെ പല കഷ്ണങ്ങളായി അരിയുന്ന ശിവനല്ല നമ്മുടെ ദൈവസങ്കല്പം. കുറെ ജന്തുക്കളുടെ തല അറുത്ത് കാളിക്ക് അർപ്പിച്ചാൽ സ്വർഗം ലഭിക്കും എന്നൊരു സന്ദേശം വേദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. മണ്ണ് കുഴച്ച് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് സൃഷ്ടിരചന നടത്തി എന്ന് വേദങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം പ്രപഞ്ചം തന്നെ പരിണയ പ്രക്രിയയിൽ ഉണ്ടായതാണ്. അതിന്റെ മുന്നിലും പിന്നിലും മഹത്തായ ഊർജമുണ്ടെന്നും അത് ജ്ഞാനം കൊണ്ട് മഹത്തരമാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കാം. ആ ഊർജം നശിക്കില്ല. ഈശ്വരന് നാശമില്ല. ഈശ്വരൻ നശിക്കില്ല. കാരണം അത് അറിവാർന്ന ഊർജമാണ്. സൃഷ്ടി നടത്താൻ പുറമെ നിന്നും അതൊന്നും ഒന്നും എടുക്കുന്നില്ല.
നമ്മൾ ഫേസ്ബുക്കിലോ ഈ എടുത്ത് നമ്മുടെ ശിവവിഷ്ട വേദ ഗ്രൂപ്പിലോ ഒരു കാര്യം പറഞ്ഞിരുന്നു. പുറമേ നിന്ന് ഒന്നും എടുക്കാതെയാണ് എട്ടുകാലിയോ വല മെനയുന്നത്. ഒന്നും എടുക്കാതെ തന്നെയാണ് ഈശ്വരൻ പ്രപഞ്ചം നിർമ്മിച്ചതുമെല്ലാം. എട്ടുകാലി വലയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഈശ്വര ഗുണം സർവ സൃഷ്ടിയെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ജലത്തിന്റെ സാരാംശത്തിൽ നിന്നും വിശ്വരചനയ്ക്കും ജീവന് കാരണമായ പൃഥിവി എന്ന ഭൂമിയുടെ വൈഭോഗത്തിനു കാരണമായ രസങ്ങൾ ലഭിച്ചെന്ന് പുരുഷസൂക്തം പറയുന്നുണ്ട്. അഭ്യസംഭൂത പൃഥിവേരസാച്ച എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. രസങ്ങളിൽ നിന്നാണ് എന്തുണ്ടായത്? ഭൂമി ഉണ്ടായത്, ചന്ദ്രൻ ഉണ്ടായത്, നെപ്റ്റ്യൂൺ ഉണ്ടായത്, യുറാനസ് ഉണ്ടായത്. അതുപോലെ തന്നെ മനുഷ്യനും പരിണമിച്ചു തന്നെയാണ് ഉണ്ടായത്. ജാത്തിന്റെ പരിണാമം പ്രകൃതിയാ പോരാത്, ജീവികളുടെ ജന്മം പരിണയിച്ചുണ്ടായതാണെന്ന് ഡാർവിന് മുന്നേ കപിലമുനി സാങ്ക്യദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടുതൽ പ്രകൃതി തത്വം മനസ്സിലാക്കാൻ 6 ദർശനങ്ങളും അത്തരം ഋഷികൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ 4 തലയുള്ള ബ്രഹ്മാവ് ലോകം സൃഷ്ടിച്ചു എന്നുള്ള പുരാണങ്ങളുടെ നുണക്കഥകൾ തലച്ചോർ നശിച്ചു പോയവർക്ക് വേണ്ടി ഇന്നും പ്രചാരത്തിലുണ്ട്. ചിന്താശക്തി ഇല്ലാത്ത ആ പാവം മനുഷ്യരെ വലയിൽ വീഴ്ത്താനേ അതൊക്കെ ഉപകരിക്കൂ. ചില കപടന്മാര് ചില കുതന്ത്ര ശാസ്ത്രമൊക്കെ എഴുതി കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ബോധമുണ്ടെങ്കിൽ സുഹൃതം പോലെ വേദത്തിലെത്തും, അല്ലെങ്കിൽ വിധി പോലെ ഭക്തിയിൽ ചെന്നെത്തും. അധർമ്മം കൂടിയാൽ ചിലപ്പോൾ പൂണൂൽധാരികൾ കൈയടക്കിയ പ്രതിമകളുടെ കഥയില്ലായ്മയിൽ കുഴഞ്ഞ് ഉറപ്പായിട്ടും വീഴും. അപ്പൊ വേദം ശാസ്ത്രമാണ്. അതിൽ ഈശ്വരനും ഒരു യുക്തിവാദിയാണ്. യുക്തിക്ക് നിരക്കാത്ത ഒന്നും വേദത്തിലില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ ഞാൻ യുക്തിവാദി എന്ന് വിളിച്ചത്. അപ്പൊ നന്ദികേശം അറിയാൻ പരിണയവും വിവാഹവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. നന്ദികേശത്തെ അറിയാൻ വിവാഹം എന്നാൽ എന്താണ്? വിദ്യകളെ വഹിച്ചവൻ വിവാഹിതനാണ്. അല്ലാണ്ട് ഭാര്യ ഭർത്താക്കന്മാരല്ല വിവാഹിതർ എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. നിങ്ങൾ ഏറെ ഗ്രന്ഥങ്ങൾ പഠിച്ച ഒരുത്തരാണോ അല്ലെങ്കിൽ ഒരുത്തിയാണോ? നിങ്ങൾ വിവാഹിതയാണ്. ആരെങ്കിലും വിവാഹിതയാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ല പറയേണ്ടത്. ആദ്യം തന്നെ വിവാഹത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. എന്താണ് വിവാഹം? സ്ത്രീ പുരുഷ ബന്ധത്തെ വിവാഹം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അറിവ് കൊണ്ട് അറിവിനെ തേടുന്നതാണ് വിവാഹം. വിദ്യ വാഹമാണ് വിവാഹം എന്ന് വെച്ചാൽ അറിവിനെ പരിണയിക്കുന്നു. വിദ്യ സമ്പാദിച്ച സ്ത്രീ തന്നേക്കാൾ തത്തുല്യ വിദ്യ നേടിയ പുരുഷനെയോ അല്ലെങ്കിൽ പുരുഷനെ തേടാൻ പാടുള്ളൂ. ജ്ഞാനിയായ പുരുഷനെ വരിക്കാൻ പിതാവ് ഒരുക്കുന്ന സംഗമമാണ് സ്വയംവര വേദികൾ. സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര ഇഷ്ടത്തെയാണ് ഇത്തരം സംഗമത്തിൽ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അതിനായി ആദ്യം പിതാവും ബന്ധുക്കളും അവളുടെ ഇഷ്ടത്തെ പരിഗണിക്കുന്നു. മറ്റൊന്ന്, ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വീകരിക്കാൻ അനുയോജ്യമായ വിവാഹവേദി ഒരുക്കുന്നു. ഈ സമ്പ്രദായം ഭാരത സംസ്കൃതിയിൽ മാത്രമേ ഉള്ളൂ. സ്വയംവരം മറ്റൊരു മത സംസ്കാരത്തിലും കേട്ടുകേഴ്വിയില്ല. വാദപ്രതിവാദ സംവാദങ്ങൾക്കിടയിൽ വധു അനുയോജ്യ വരനെ അവൾ കണ്ടെത്തുന്നു. വിദ്യ കൊണ്ട് വിദ്യയെ വഹിക്കുന്നു. അതാണ് വിവാഹം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഹാരമണിയിക്കുന്നു, അവിടെ വിവാഹം നടക്കുന്നു. ഇനി കല്യാണം എന്താണെന്നുള്ളതായിരിക്കും. അപ്പൊ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവർ മംഗളം എന്ന സംസ്കൃത വാക്കായ കല്യാൺ എന്ന നാമം ചൊല്ലുന്നു. അപ്പൊ നമ്മൾ പറയണം ഞാനൊരു കല്യാണത്തിനാണ് പോണേന്ന് പറഞ്ഞാൽ അത് കല്യാണം എന്താണ്? കല്യാണം എന്ന് വെച്ചാൽ വിവാഹം എന്നല്ല അർത്ഥം, മംഗളകർമ്മം എന്നർത്ഥമുള്ളൂ. അപ്പൊ വിദ്യ എന്ന അറിവിന്റെ വാഹമാണ് വിവാഹമെങ്കിൽ ബ്രഹ്മം എന്നത് മഹാവിദ്യയാണ്. ബ്രഹ്മത്തിന്റെ ഒരു വിവാഹത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. ആ ബ്രഹ്മം വിവാഹം കഴിച്ചത് ശുദ്ധബോധമുള്ള ജലത്തെയാണ്. ജലത്തിലാണ് ജീവികളുടെ ജനനം. നിങ്ങൾ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? പാലാഴി മങ്കയെ പരിണയിച്ചു അന്ന് പത്മദളലോചനൻ ഭഗവാൻ ആശ്രമകന്യയെ പ്രേമിച്ചു എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം എന്താണ്? ചീഞ്ഞ വസ്തുക്കളിൽ നിന്ന് പുഴുക്കൾ ഉണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് ജീവനും. ചീഞ്ഞ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദുർഗന്ധം നിറഞ്ഞ അന്നത്തെ മുക്കുവ പെണ്ണിനോട് ഉപമ കൊടുത്തതാണ് മഹാഭാരതം. പാലിലെ പരാശരത്തെ ബീജമാക്കിയപ്പോൾ വ്യാസൻ എന്ന അറിവ് ജനിച്ചു എന്നുള്ള ഒരു കഥകൾ മഹാഭാരതത്തിൽ കാണാം. ആ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഒരു പാട്ടില്ലേ, പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയം മത്സ്യഗന്ധിയെ മാമുനി ഒരുവൻ കാമിച്ചു. ആ പെണ്ണിന് എന്താണ്?
മത്സ്യഗന്ധിയെ. അപ്പൊ എന്തിൽ നിന്നാണ്, ഏത് അന്നത്തിൽ നിന്നാണ് ആദ്യ ജീവൻ ഉണ്ടായത്? ദുഷിച്ച അന്നത്തിൽ നിന്നാണ്. അതിന് നിങ്ങൾ വല്ല ഇഡ്ഡലിയോ സാമ്പാറോ ബീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി വന്നൊരു ടിന്നിൽ അടച്ചിട്ട് വെച്ചാൽ അത് ചെയ്യും. അതിൽ നിന്നാണ് പുഴുക്കൾ ഉണ്ടാവുന്നത്. ഈ കഥ തന്നെയാണ് പരാക്രം. ഇനിയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം വിഷുവിന് ഒരു ഗാനം എടുത്ത് നമ്മുടെ ഉപനയനം ഗ്രൂപ്പിലിട്ടു. പക്ഷെ ആരും അതിന്റെ അർത്ഥം മനസ്സിലായ, കണ്ണ ആലില കണ്ണ പാലാഴി തിരയിലൊഴുകും ആലില കണ്ണ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വേണു പൊന്ന്. അവിടെ ഹിരണ്യഗർഭത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നീ പണ്ടൊരു പൂസ്തിമംഗലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി, അന്നെന്റെ ചൂണ്ടയിൽ നീ കൊത്തി, നിന്റെ പൊന്നല്ലിച്ചിറക് കൊണ്ടൻ കണ്ണു പൊത്തി നീന്തി വാന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിന്റെ പൊക്കിൽ താമരപ്പൂ എനിക്കിതാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ജീവൻ ഉണ്ടായത് ചീഞ്ഞ വസ്തുക്കളിൽ നിന്നാണ് എന്നാണ് പറഞ്ഞു വരാൻ പോകുന്നത്. എന്നാലുള്ള നിങ്ങൾക്ക് നാന്ദികേശം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. വിവാഹത്തെ ഇന്നും പരിണയം എന്നാണ് വേദം വിളിക്കുന്നത്. അനുയോജ്യമായ ബീജത്തെ പരിണയിക്കുന്ന പ്രകൃതി തത്വം, അതാണ് വിവാഹം എന്നറിയപ്പെടുന്നത്. ആ സംസ്കാരമാണ് മനുഷ്യനും പ്രകൃതിയും ഇന്നും പിന്തുടരുന്ന വിവാഹ സംസ്കൃതി. ഈശ്വരൻ എന്നത് വിശ്വത്തിൽ കാണുന്നതും ഗോചരം എന്നൊക്കെ ഞാൻ പറയുന്നില്ല, കണ്ണിൽ കാണാൻ പറ്റാത്തതുമായ വസ്തുക്കൾ തന്നെയാണ്. പ്രകൃതിയുടെ രൂപം തന്നെയാണ് ഈശ്വരൻ. ഗോളങ്ങളും സൂര്യചന്ദ്രാദികളും അതിന്റെ അവയവാംഗങ്ങളിൽ ഒന്ന് മാത്രം. അതിനെ അറിവായി എണ്ണിയാൽ ഒടുങ്ങാത്ത ശിരസ്സുകളും കണ്ണുമായി അതെല്ലാം എവിടെയുണ്ട്? എല്ലായിടത്തും ഉണ്ട്. ഇനി ഒരു പുരാണ കഥകളും കൂടി പറയാം. അതിഥി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ പലരും. അതിഥി സൂര്യൻ അതിഥിയുടെ പുത്രനാണെന്ന് കേട്ടിട്ടില്ലേ? തിഥി എന്താണ്? തിഥി എന്ന് വെച്ചാൽ രാവും പകലും ഉള്ളതിനെ വിളിക്കുന്ന പേരാണ്. അതിഥി എന്നാൽ രാവും പകലും ഇല്ലാത്ത അവസ്ഥ, ദിനരാത്രങ്ങൾ ഇല്ലാത്തതും ദിവസങ്ങൾ ഇല്ലാത്തതുമായ ഇരുട്ട് മാത്രമുള്ള കാലഘട്ടം ഉണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾ ഇരുട്ടിലാണ്ട് കിടന്നു. അമ്മയുടെ വയറ്റിലെ കുഞ്ഞെന്ന പോലെ തമോ ഗുണ ഭ്രൂണാവസ്ഥയിലാണ് ഞാനും നിങ്ങളും എല്ലാം ഉണ്ടായത്. ആദ്യ ജീവകോശങ്ങളും ജനിച്ചത് അങ്ങനെ തന്നെയാണ്. ഭൂമിയുടെ ആദ്യത്തെ ഗർഭപാത്രം സൂര്യനില്ലാത്ത സമയത്താണ്. ഇരുട്ടിലാണ് കുഞ്ഞ് ജനിച്ചത്, ഇരുട്ടിലാണ് ഭ്രൂണം ജനിക്കുന്നത്. സൂര്യനും അതിഥി എന്ന മാതൃഗർഭത്തിലായിരുന്നു. മനുഷ്യനും അങ്ങനെ തന്നെ. ഈ പ്രപഞ്ചം നിർമ്മിതമാകും മുമ്പ് അനേക കോടി വർഷങ്ങൾ നീണ്ട ഇരുട്ടിലായിരുന്നു. അമ്മയുടെ വയറ്റിലും ആ ഇരുട്ട് തന്നെ. ആ നീണ്ട ഇരുട്ടിനെ ദീർഘതമസ് എന്നാണ് പുരാണങ്ങളിൽ വിളിക്കുന്നത്. ആ ഋഷിയുടെ നാമം ദീർഘതമസ് എന്നാകുന്നു. ഇരുട്ടിനെയും വെളിച്ചത്തെയും ഋഷി എന്നാണ് വിളിച്ചിരുന്നത്. ഋതുക്കളെ നിർമ്മിക്കുന്നതിനാൽ കാലങ്ങളെയും ചിന്താഭാരമുള്ള മനുഷ്യനെയും ഋഷി എന്ന് വിളിക്കുന്നു. ഒന്ന് ഓർക്കുക, ഋഷികൾക്ക് എന്തില്ല? മാതാപിതാക്കളില്ല. എന്താ കാര്യം? അവർ മനുഷ്യരല്ല, അവർ യോനിജരുമല്ല. വെളിച്ചത്തെ ആഗ്രസ് എന്നും ഇരുട്ടിനെ ദീർഘതമസ് എന്നും വിളിച്ചു. പലരും മനസ്സിലാക്കിയേക്കുന്നത് ഇവരൊക്കെ ഋഷികളാണെന്നുള്ളതാണ്. അല്ല, ഇവര് കാലങ്ങളാ. ഋഷി എന്ന് വെച്ചാൽ ഋതുക്കൾ, കാലങ്ങളാണ്. സാഹചര്യം കൊണ്ട് അർത്ഥങ്ങൾ മാറ്റാം. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ജനിച്ചത് ആംഗിരസ് ആണെന്ന് പറയുമ്പോൾ ആംഗിരസിന് ഒരു അച്ഛനും അമ്മയും വേണം. എന്റെ ഭാഷയിൽ തന്തയും തള്ളയും വേണം. തന്തയും തള്ള ഇല്ല. എന്താ കാര്യം? ആംഗിരസ് എന്ന് പറയുന്നത് രസങ്ങളാണ് ഭൂമിയിലുണ്ടായ. അതാണ് ആംഗിരസം. ആ ആംഗിരസം ഉണ്ടായത് എങ്ങനെയാണ്? ഇരുട്ടിൽ നിന്നാണ്. നിങ്ങൾ കുറച്ച് മുന്തിരി എടുത്ത് അത് ഇരുട്ടിലേക്ക് ഒരു ഭരണിയിൽ എടുത്തു വെച്ചാൽ പിന്നെ അതിനുള്ളിൽ ഇരുട്ടായി. അപ്പോഴാണ് അതിനകത്ത് ഫെർമെന്റേഷൻ സംഭവിക്കുള്ളൂ. രസങ്ങളുണ്ടായി, അത് ചുവന്ന വീഞ്ഞായിട്ട്, പിന്നീട് അത് റോസ് വീഞ്ഞായിട്ട്, പിന്നീട് അത് വെളുത്ത ഒരു ചാരായം പോലെ ഒരു അവസ്ഥയിലേക്ക് മാറും. അതിന് ലഹരി ഉണ്ടാകും. അങ്ങനെ ഒരു രസമാണ് ഇവിടെ ആംഗിരസം. മദ്യമൊന്നോ അല്ലെങ്കിൽ OPR എന്നൊന്നും ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എഴുതി വെക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ രസം ദീർഘതമസ്തിൽ നിന്നുണ്ടായ ആംഗിരസമാണ്. ഋഷി എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യനല്ല, ജീവിയുമല്ല. ജീവനെ നിർമ്മിക്കാൻ സഹായിച്ച സൂക്ഷ്മഗുണം, അത് രസമായിരുന്നു. അതിനെ ആംഗിരസ് എന്ന് വിളിച്ചു. ഋഷിയെ കാലങ്ങൾ എന്ന് വിളിക്കുന്നതാണ് ശുദ്ധമായ അർത്ഥം. യേശുവിന്റെ ഒരു പാട്ടും കൂടിയുണ്ട്, എനിക്ക് ചിത്രം ഞാൻ ഓർക്കുന്നില്ല. പ്രളയവയോധിയിൽ ഉറങ്ങി ഉണർന്ന ഒരു പ്രഭാമയൂഹമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇവിടെ ഒരു പ്രളയത്തെ കുറിച്ച് വയലാർ എഴുതിയിട്ടുണ്ട്. മന്നന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺമതിൽ കെട്ടിനുള്ളിൽ
ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ. ഇടം വലം നിൽക്കും തേരിൽ സൗരയൂഥങ്ങളിൽ നീ വന്ന് വിതയ്ക്കും. സൗരഭ്യം, എന്തൊരു സൗരഭ്യം! സൗരയൂഥങ്ങളിൽ നിന്ന് എന്തൊക്കെയോ വന്ന് ഈ ഭൂമിയിൽ വിതച്ചിട്ടുണ്ട്. ഓരോ ഉൽക്കകളും നമ്മൾ കാണുമ്പോൾ അത് കടലിൽ എത്ര കെമിക്കൽ വിതറുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതുപോലെ തന്നെ സൗരയൂഥങ്ങളിൽ നിന്ന് കാലങ്ങളായിട്ട് ഈ ഭൂമിയിലേക്ക് ജീവന്റെ പല വസ്തുക്കളും വന്ന് വീഴുന്നത് കൊണ്ടാണ് ഭൂമി ഇന്നും നിലനിൽക്കുന്നത്. വിനായക ചതുർത്ഥിയിൽ ഉൽക്കകൾ വീടില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഭൂമിയിൽ ഒരു വസ്തുവും കഴിക്കാൻ കൊള്ളൂല, അന്ന് വീടിനകത്ത് കയറിയിരിക്കണം. ശിവരാത്രിയിൽ അത് ധാരാളം വീഴുന്നുണ്ട്. അതുകൊണ്ടാണത് ആ രഥങ്ങളെയും ആ കിരണങ്ങളെയും സ്വീകരിക്കാൻ ശിവരാത്രി മണപ്പുറത്ത് ആ വെളിമ്പറമ്പിലൊക്കെ പോയിരുന്ന് ശിവരാത്രിയെ കഴിച്ചു കൂട്ടുന്നത്. അത് നിങ്ങൾ ഉറപ്പിക്കാം. അപ്പൊ സൂര്യന്റെ ഉത്ഭവം പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിഥി എന്ന വാക്കിനെ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ പോകുന്ന ഗുണം എന്ന് പഠിക്കുക. അല്ലെങ്കിൽ അണ്ടം എന്ന് വിളിക്കാം. പുരാണങ്ങളിൽ പാർവതി സ്വന്തം ദേഹത്തുള്ള എണ്ണമയമുള്ള ചെളി ഉരുട്ടി ഗണപതിയെ നിർമ്മിച്ചു എന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പൊ ഗണപതി എന്താണ്? സൂര്യനാണ്. കത്താനുള്ള വസ്തുക്കളെയാണ് നമ്മുടെ പുരാണങ്ങൾ എഴുതി വൃത്തിയുക്തി ഇല്ലാതാക്കിയത്. ഭൂതരസങ്ങളെ അവരുടെ അറിവുകേടിൽ എണ്ണമയം ചേർന്ന് വെറും ചെളിയായിട്ട് മാറ്റി. അപ്പൊ സൂര്യനില്ലാതെ ഒന്നും ജനിക്കില്ല. അപ്പോൾ പാർവതി എന്ന പർവ്വതത്തിൽ നിന്നും സൂര്യന് കത്താനുള്ള വസ്തുക്കൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യം സ്ത്രീയാണ് ജനിച്ചത്, അല്ലെങ്കിൽ സ്ത്രീ ഗുണമാണ് ഈശ്വരൻ. അപ്പൊ ലോകം പുരുഷനും സ്ത്രീയും ചേർന്ന ഗുണമായതിനാൽ അർദ്ധനാരീശ്വരൻ എന്നൊക്കെ ഈശ്വരന് പേരുണ്ട്. പുരാണങ്ങളിൽ ഈ ഗണപതിക്ക് പിതാവില്ല, എന്നാൽ 2 മാതാക്കളുണ്ട്. ശിവനെ കൂടാതെയാണ് ഗണപതിയുടെ ജന്മം. അണ്ടങ്ങൾ ചേർന്ന ഗ്രഹമായതിനാൽ മാർക്കേണ്ടയൻ എന്ന് ഗണപതിക്കും സൂര്യനും പേരുണ്ട്. എന്നാൽ ഈ ഗ്രഹത്തെ മൃത്യു തീണ്ടാതെ കാനലിൽ നിന്നും യമനിൽ നിന്നും രക്ഷിച്ചു എന്നുള്ള കഥയെ അനേക നാൾ കത്താനുള്ള സൂര്യനിലെ ഹീലിയമായി കണ്ടാൽ മതി. 16 വയസ്സുള്ള യുവത്വമുള്ളവനാക്കി എന്നുള്ള കഥകൾ അപ്പാടെ നിങ്ങൾ പുരാണങ്ങൾ പഠിച്ച് വിഴുങ്ങരുത്. ശേഷം എന്നും യുവാവായി ജീവിക്കാനുള്ള വരങ്ങൾ എന്ന വകുപ്പുകൾ ലഭിച്ചെന്ന വസ്തുതകള് അതൊക്കെ പുരാണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സൂര്യനെ പ്രസവിച്ചു പോറ്റാനും ഗർഭവും അണ്ടവും വേണ്ടി വന്നു. വളർത്താനും പ്രപഞ്ചം എന്ന ഗർഭപാത്രം വേണ്ടി വന്നു. ആ ഗർഭത്തെ വളർത്താനോ അന്നം വേണ്ടി വന്നു. അന്നത്തെ പോഷിപ്പിക്കാൻ സൂര്യൻ വേണ്ടി വന്നു ഇല്ലയോ എന്നൊക്കെ നമുക്ക് താഴേക്ക് പോകുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ 2 സൂര്യന്മാർ ഉണ്ടായെന്ന പൊട്ടത്തനം വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ഇരുട്ടിൽ ചീഞ്ഞു നാറുന്ന വസ്തുക്കൾ ഉണ്ടാകാൻ സൂര്യൻ വേണ്ട. അതാണ് ദീർഘതമസ്. സൂര്യൻ ഉണ്ടാകാനും ഇരുട്ട് വേണം. അല്ലെങ്കിൽ അനേക കോടി വർഷങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പ്രപഞ്ചത്തിൽ രൂപം പൂണ്ട കത്താനുള്ള ഊർജ കണികകൾ എന്ന് ഈ അണ്ടത്തെ മനസ്സിലാക്കുക. ഈ തിരുവനന്തപുരം ഭാഗത്ത്, കന്യാകുമാരി ഭാഗത്ത് മാർത്താണ്ഡം എന്നുള്ളത് നിങ്ങൾ ഒരു പേര് കേട്ട് കാണൂല്ലേ? അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ട് കാണും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. മാർത്താണ്ഡം എന്ന് വെച്ചാൽ അവിടെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തിനാണല്ലോ മാർത്താണ്ഡം എന്ന് വിളിക്കുന്നത്. ആ പേര് എന്തിൽ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ നിന്ന് വന്ന പേരാണത്. അപ്പൊ സൂര്യന്റെ ഉത്ഭവത്തിന് മുമ്പ് പ്രപഞ്ചം ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പകലുണ്ടായിരുന്നില്ല, ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, വെളിച്ചമില്ലാത്തതിനാൽ രാവും പകലും എന്ന അർത്ഥം വരുന്ന തീയതികൾ ഉണ്ടായിരുന്നില്ല, ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിഥിയിൽ നിന്നും തിഥിയിലേക്ക് ഭൂമിയെ നയിച്ചത് സൂര്യപ്രകാശമാണ്. അപ്പൊ അതിന് മുൻപ് രൂപനാമങ്ങളില്ലാത്ത കടുത്ത അന്ധകാരമായിരുന്നു. അപ്പൊ ഭൂമിയിൽ ദീർഘതമസ് എന്ന അന്ധതയ്ക്ക് മാറ്റമുണ്ടായി. പിന്നീട് രൂപം പ്രാപിച്ച വസ്തുക്കളെയാണ് അതിഥി എന്ന് വേദങ്ങൾ വിളിച്ചത്. അപ്പൊ ഇരുട്ടിൽ നിന്നുണ്ടായ ഊർജ കണികകൾ കോടിക്കണക്കിന് എണ്ണം കൊണ്ട് അണ്ടങ്ങളായി പരിണമിച്ചു. അതാണ് സൂര്യന് ജന്മം കൊടുത്തത്. അണ്ടങ്ങളിൽ നിന്നും നിർമ്മിതമായതിനാൽ സൂര്യന് മാർത്താണ്ഡൻ എന്നൊരു പേര് കൊടുത്തത് വേദങ്ങളാണ്. ഗാലക്സികൾ തന്നെ അണ്ടങ്ങളാണ്. അതിനാൽ ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നു. ഓരോ അണ്ടത്തിനും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അറിവും ബോധവും ഉണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തെ അറിവിന്റെ ഭാണ്ഡം എന്ന ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നു. ഇപ്പൊ ബ്രഹ്മാണ്ഡം എന്നുള്ള പേരെങ്ങനെ ഉണ്ടായത്? ഈ അണ്ടങ്ങൾക്കെല്ലാം ബോധമുണ്ട്, ശുദ്ധബോധമുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നത്. ശേഷം അതേ സൂര്യരശ്മികൾ തന്നെ ജഡരൂപത്തിൽ കിടക്കുന്ന മൃതമായ ബ്രഹ്മാണ്ഡത്തെ ജീവനുള്ളതാക്കിയതിനാലും സൂര്യന് മാർത്താണ്ഡൻ എന്ന പേര് വന്നു. പകലുകൾ ഉണ്ടായിട്ടും പ്രപഞ്ചത്തിലെ ഈ ആദ്യത്തെ ഘട്ടം ജീവനില്ലാത്ത ജഡവസ്തുക്കൾ തന്നെ ആയിരുന്നു.
ജീവനുള്ള ഒന്നുമില്ലാത്ത മൃതമെന്ന ജഡാവസ്ഥ അപ്പോഴുണ്ടായിരുന്നു. അപ്പൊ ശിവജടയിൽ നിന്നും, ഇനിയാണ് ഈ നാന്ദികേശത്തിലേക്ക് ഒന്നും കൂടി നമുക്ക് വരാം, ശിവജടയിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ജടയിൽ നിന്ന് വീര്യവും എന്ന് വെച്ചാൽ ബീജം, അഗ്നി ഗൃഹങ്ങളുടെ കാളലിൽ നിന്ന് വീര്യം ഭദ്രമായെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വായിച്ച ഹിന്ദു പുരാണങ്ങളിൽ അതിന്റെ ശാസ്ത്രസത്യം വേദങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. വായിച്ചോ, നിങ്ങൾ പുരാണങ്ങൾ വായിച്ചോ, പക്ഷെ അതല്ല, അതൊക്കെ കഥകളാണ്. പിന്നീട് ജീവനില്ലാത്ത കോശങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ജീവനില്ലാത്ത മുടി എന്ന അർത്ഥം വരുന്ന കേശവം എന്ന കോശങ്ങൾ സാഗരത്തിൽ ഉരുത്തിരിയുന്നു. അന്ധകാരമായ അവസ്ഥയില് പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായത് ശവമാണ്. ശവമുണ്ടായി, അതാണ് കറുത്ത നിറമുള്ള കൃഷ്ണനെ കേശവൻ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. ഈ കേശാദിവാദം തുടങ്ങിയെന്നുള്ള ആ പാട്ടൊക്കെ നിങ്ങൾ കേട്ട് കാണൂല്ലേ? അപ്പൊ ഈ മന്ത്രഭാഗത്തിൽ ഇന്നുള്ള ഭഗവാൻ കൃഷ്ണനോ ഗീതയ്ക്കോ യാതൊരു പങ്കുമില്ല. ഈ മേടമാസത്തിലെ വിഷുദിനം കൃഷ്ണനെ കണി കാണണം എന്നത് ഇടക്കാലത്തുണ്ടായ ആചാരമാണ്. വിഷുവത്തിൽ കൃഷ്ണന് ഒരു പ്രാധാന്യവുമില്ല, ചിത്രത്തിനും പ്രാധാന്യമില്ല. അതും കൂടി ഇപ്പൊ ഒന്ന് അറിയിക്കുകയാണ്. അപ്പൊ കേശത്തിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് തീർത്തും ശവമല്ല. നിങ്ങളുടെ മുടി ചത്ത മുടിയാണോ നിങ്ങളുടെ തലയിലുള്ളത്? അല്ലല്ലോ. അപ്പൊ കേശം എന്ന് വെച്ചാൽ ജീവനുണ്ടോ? ഉണ്ട്. വളരുന്നുണ്ടോ? വളരുന്നുണ്ട്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പോ ജീവനുണ്ട് എന്നാൽ വളരുന്നുണ്ട്, അതാണ് കേശം, അല്ലെങ്കിൽ ജഡ എന്നെല്ലാം പറയുന്നത്, ജഡം എന്നൊക്കെ പറയുന്നത്. ജീവനുള്ള വസ്തു തന്നെയാണ് ജഡം. അപ്പൊ ഒരാള് ആ ജഡമായി എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയുടെ ഭക്ഷണമായതുകൊണ്ട് അതിന് ജീവനുണ്ട്. അപ്പൊ ആയതിനാൽ ആദ്യ ജീവന് കേശവൻ എന്നാണ് പുരാണങ്ങൾ വിളിച്ച പേര്. അത് കൃഷ്ണനെയോ ശിവനെയോ ഉദ്ദേശിച്ച് വിളിച്ച നാമമല്ല. ഇനി മുടിയനായ പുത്രൻ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണൂല്ലേ? ഒന്നും കൂടി ഞാൻ പറയുന്നു, എല്ലാവരും മുടിയും, ഞാനും മുടിയും എന്ന് വെച്ചാൽ ശരീരം ജഡമാകും. അതാണ് മുടിയും എന്ന് പറയാനുള്ളൊരു കാരണം. അപ്പൊ നശിഞ്ഞ് നാറാണക്കല്ല് പറിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, മുടിയും എന്നാ പറഞ്ഞത്. എല്ലാവരും മുടിയാനുള്ളതാണ്. ആരും മുടിയാവും നമ്മള്, കേശമാകും, നാന്ദികേശമാകും നമ്മളെല്ലാം. ജീവന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്ന നാന്ദി കുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നാന്ദികേശമാകും. ആ കേശം എന്ന് വെച്ചാൽ ആ മുടിയാകും നമ്മൾ. അതുകൊണ്ടാണ് മുടിഞ്ഞു പോകും എന്ന് പറയുന്നത്. അപ്പൊ ലോകം വീണ്ടും മുടിയും, ശേഷം ശവമാകും, പിന്നീട് ജീവനുള്ള കേശമാകും, അത് പരിണമിച്ച് കോശങ്ങളാകും, പിന്നീട് അണ്ടങ്ങളാകും. പുനർജനിക്കാൻ നമ്മൾ ജഡമാകണം, ആയേ പറ്റൂ. ഇപ്പൊ മുടി മൃതാണ്ഡമാണ്. അങ്ങനെ മൃതാണ്ഡം എന്ന ജീവനില്ലാത്ത അവസ്ഥയിലൂടെ സൂര്യരൂപമായ മാർത്താണ്ഡൻ എന്ന സൂര്യഗ്രഹത്തിന് പുനർജന്മം ഉണ്ടാവുകയും അത് വീണ്ടും കത്തുകയും രാപ്പകലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ സൂര്യൻ ഇനിയും മരിക്കും, ഒരു കൽപ്പം കഴിഞ്ഞാൽ പുനർജനിക്കുകയും ചെയ്യും. അതായത് ഏകദേശം 250 കോടിയിൽ പരം വർഷം കഴിഞ്ഞാൽ സൂര്യന്റെ ആയുസ് തീരും, ഗോളങ്ങളൊക്കെ നശിക്കും. അതിന് നമ്മൾ 1-2 മന്ത്രങ്ങളൊക്കെ നമ്മുടെ ശിവവിഷ്ട ഗ്രൂപ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ സൂര്യ ചന്ദ്രമസോ ദാത യഥാ പൂർവമ കൽപ്പയത് എന്ന് പറയുന്ന മന്ത്രമൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പുരാണരചനയിൽ ശിവനും നാന്ദികേശം എന്നൊരു വാഹനമുണ്ട്. ഋഷഭം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഋഷഭം എന്നുള്ളത് പലരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നന്ദികേശം എന്നാണോ കേട്ടേക്കണത്, നാന്ദികേശം എന്നാണോ കേട്ടേക്കണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ നാന്ദികേശത്തിനെ നന്ദികേശൻ എന്നാ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. ഋഷഭം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിലെ ഋഷഭം ഋതുക്കളാണ്, ഋതുക്കളെ വിളിക്കുന്ന പേരാണ് ഋഷഭത്തിന്. കേശം മുടിയാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നാന്ദി എന്നാൽ തുടക്കം എന്നതിനെ സൂചിപ്പിക്കുന്ന വാചകമാണ്. പ്രപഞ്ചം ആരംഭം നാന്ദി കുറിക്കുന്നത് കേശം എന്ന മുടിയിൽ നിന്നാണ് എന്ന് ഈ ഭക്തി കുഷ്മാണ്ഡങ്ങളുടെ ശിവപുരാണങ്ങളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. മുടി, കേശം, നന്ദികേശം, ഋഷഭം, ഈ വാക്കുകളുടെ ആരംഭം എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ഒന്ന് ഡിക്ഷണറി നോക്കിയാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ച ആരംഭത്തിൽ ജീവന് കാരണമായ കോശങ്ങൾക്ക് കേശങ്ങൾ എന്നൊരു പ്രാധാന്യം വേദങ്ങൾ കൊടുക്കുന്നുണ്ട്. നാന്ദിയെ വെറും നന്ദികേശനാക്കി മാറ്റിയത് പുരാണരചനക്കാരാണ്. ശിവം എന്നാൽ ശവമായി കിടന്ന ജഡകളെ ഹരിതാവ അവസ്ഥയിലേക്ക് പരിണയം ചെയ്ത അവസ്ഥയാണ് ആ ആനന്ദമായ അവസ്ഥയാണ് എന്തെന്ന് വിളിക്കുന്നത്, നാന്ദികേശം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ശിവം എന്ന വാക്കിനെ
മറ്റെന്തൊക്കെയോ ആക്കി ചിത്രീകരിക്കുന്നുണ്ട്. ശിവം എന്നാൽ പരമാനന്ദമായ ഒന്നാണെന്നൊക്കെ ഇങ്ങനെ കാവിധാരികളൊക്കെ പറയും. അതൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ നിരവധി കാവിധാരികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശിവം എന്തെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മളും ഇവരിൽ നിന്ന് പഠിച്ച ഉത്തരം പറയരുത്. ശിവത്തിന് ഇവര് പറയുന്ന ഉത്തരവല്ല ഉള്ളത്, വേദാർത്ഥം വേറെയാണ്. ഞാനത് പറയാത്. പരമാനന്ദമാണെന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയാൻ പോണത്? നാന്ദികേശനെ ശിവഭഗവാന്റെ കാളയായി ചിത്രീകരിച്ചപ്പോൾ അതിലെ ജീവിതത്തെ മനസ്സിലാക്കാതെ ഭക്തിയിൽ ആണ്ടുപോയ ഭക്ത ശിരോമണികൾ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ശിവത്തെക്കുറിച്ച് ഇത്രയും തെറ്റിദ്ധാരണ വന്നേക്കുന്നത്. ശിവം എന്നുള്ളത് ശവത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ ശവം നിന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ശിവമാകും. ജീവനെയും ജീവനില്ലാതാക്കുന്നയും അവസ്ഥയുടെ പേരാണ് ശവം ശിവവും. മുടിക്ക് ഏത് ജീവനെയും സ്വീകരിക്കാം. ഈച്ച മുതൽ ഉറുമ്പ് വരെ നാന്ദികേശം എന്ന ശിവവാഹത്തിനും പല രൂപം എടുക്കാം. നിങ്ങൾ നാന്ദികേശനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശിവന്റെ വാഹനത്തിന് ഏത് രൂപം എടുക്കാം, കാളയുടെ രൂപം മാത്രമല്ല. അതുപോലെ തന്നെയാണ് ഈ ജടയ്ക്കും ഈ മുടിക്കും ഈ ജീവൻ ലഭിക്കുന്നത് മത്സ്യമായിട്ട് ലഭിക്കാം. അതിനകത്ത് തന്നെ ഏറ്റവും വലിയ തിമംഗലമായിട്ട് ലഭിക്കാം. പൂച്ചോട്ടി എന്ന് പറയുന്ന ജലത്തിന് മീതെ പൊങ്ങി നടന്ന് കീടങ്ങളെ ഭക്ഷിക്കുന്ന ആ മത്സ്യമായിട്ട് ജനിക്കാം. ഇനി പറക്കുന്ന മത്സ്യമായിട്ട് ജനിക്കാം. അത് പരിണമിച്ച് വേറെ എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നാന്ദികേശം ഏത് രൂപം എടുക്കാമെന്ന്, എന്ത് രൂപം എടുക്കാൻ പറ്റുമെന്ന് എന്നാണ് പുരാണങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ നാന്ദികേശം കാളയല്ലെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം. നാന്ദികേശത്തിന് എന്ത് രൂപവും എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നാന്ദികേശനെ കാളയുടെ രൂപത്തിൽ എന്തിന് അത് മാത്രം ശിവവാഹനമായിട്ട് വരച്ചു വെക്കുന്നു? അത് പാടില്ലല്ലോ. നിങ്ങൾ തമിഴ്നാട്ടിലെ ആ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ, തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ പോയാൽ വലിയൊരു നന്ദികേശനെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാറുണ്ട്, നന്ദികേശ ഇത്രയും വലിയൊരു കാളയെ കൊത്തിവെച്ച എന്തിനാ? നന്ദിനെയാണ് കൊത്തിവെച്ചേക്കണം. നന്ദികേശത്തെ കേശം മുടിയല്ലേ, നാന്ദി തുടക്കമാണ്. അല്ലെങ്കിൽ ആ നാന്ദികേശന് ഏത് ജീവന്റെ ഗുണങ്ങളാണോ കൂടുതൽ കിട്ടുന്നത് ആ രൂപം അതിന് സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ അതിനെ ഒരു കാളയുടെ രൂപത്തിൽ മാത്രം ഒതുക്കി കൊത്തിവെച്ചപ്പോൾ എന്താണ് നമ്മൾക്ക് മനസ്സിലാകാതെ പോയതെന്ന് വെച്ചാൽ ഇത് ജീവന്റെ തത്വമായ ജഡയുടെ രൂപമാണ്, മുടിയുടെ രൂപമാണ്, ഋഷഭത്തിന്റെ രൂപമാണ്, അത് കാളയല്ല എന്ന് മാത്രം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആരും ഇല്ലാതെ പോയി. ഒരു നിമിഷം കൊണ്ട് നന്ദികേശൻ പുലിയുടെ രൂപം എടുക്കും, പക്ഷിയുടെ രൂപം മാറും എന്നൊക്കെ പുരാണങ്ങൾ വിവരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കിയ നന്ദികേശം എന്നത് ജീവന്റെ കരികേശം അല്ലെങ്കിൽ ജീവനെ വഹിക്കുന്ന ശിവവാഹനം തന്നെയാണെന്ന്, ജീവികളുടെ കാരണമായ ആദ്യ കോശമാണ്, അത് ജീവന്റെ ചൈതന്യമായ ശിവത്തിൽ നിന്നും ഉത്ഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. ജീവികൾക്ക് ആത്മരസം സൃഷ്ടിക്കുന്ന ഹരിയുടെ കേശങ്ങളും പുല്ലും പൂമ്പാറ്റയും വൃക്ഷലതാദികളും ഹരിയുടെ കേശങ്ങളാണ്, ഋഷഭമാണ്, അത് ജഡയാണ്, അത് മുടിയാണ്, പക്ഷെ അതൊരു കാളയല്ല. അപ്പൊ ഈ കാളയുടെ മുന്നിൽ പോയിരുന്ന് ഇനി നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് നന്ദികേശമാണ്, ഇതിന്റെ രൂപം എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. അത് ജഡയുടെ രൂപത്തിൽ ജീവജാലങ്ങൾക്ക് കിട്ടിയ ശിവഗുണമാണ്. അതുകൊണ്ട് ശിവന്റെ വാഹനം കാളയാണ് എന്നാണ് ഇപ്പോൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. ആ രൂപത്തിലാണ് പോണത്. ജീവനെ വഹിച്ച വസ്തു എന്നുള്ള അർത്ഥത്തിൽ ഈ കാളയനെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അമ്പലങ്ങളിൽ അതിനെ കളിയാക്കിയതിൽ അല്ലെങ്കിൽ കാളയാക്കിയതിൽ അറിവിന്റെ വലിയൊരു കുറവ് ഈ അമ്പലങ്ങളിലും അമ്പല ഭാരവാഹികൾക്കും തന്ത്രികൾക്കും പൂജാരികൾക്കും ഒക്കെ ഉണ്ട്. അവർ വേദാർത്ഥം പഠിക്കുന്നില്ല. ഈ പുരാണങ്ങളിൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അവിടെ എല്ലാ അമ്പലങ്ങളിലും കാണാൻ പറ്റുള്ളൂ. എല്ലാ കൊത്തുപണികളിലും വേദങ്ങളില്ല. പുരാണങ്ങളിലെ കുറെ എല്ലാ കഥകളും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഏതൊക്കെ കഥയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉള്ളു തുറന്ന് കൊണ്ട് ചിരിക്കുന്നതിനെ ആണോ പരമാനന്ദം എന്ന് പറയുന്നത് ചോദിച്ചാൽ അതേ എന്ന് ഉത്തരം കിട്ടും. ശിവന്റെ ഉത്തരം, ശിവം എന്ന് വെച്ചാൽ പരമാനന്ദ സ്വരൂപമാണെന്നാണ് പലരും പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരം കൊടുക്കരുത്. ശിവം എന്ന വാക്കിന്റെ വള്ളി മാറ്റിയിട്ടാൽ ശവം എന്നൊരു അർത്ഥമാണ് ലഭിക്കുക. ജഡം എന്നും ശവശരീരത്തിന് അർത്ഥമുണ്ട്. അപ്പൊ ശവത്തിന് ജീവൻ ഇല്ലെന്നേ അർത്ഥമുള്ളൂ. അത് നിരവധി ജീവികൾക്ക് ഭക്ഷണമാണെന്ന് ഞാൻ കുറച്ചു മുമ്പും പറഞ്ഞു. ഭക്ഷണവും ജീവന്റെ നിലനിൽപ്പിനും ജഡം ആധാരമാണ്. ആ അർത്ഥത്തിൽ ജഡത്തിനെ മുടിയായി കാണുക, അല്ലെങ്കിൽ മുടിയെ ജഡമായി കാണുക. നിങ്ങൾ ഈ മുടിക്ക് ജീവനെ
ഈ മുടിക്ക് ജീവനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ ജഡം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മളിത് പഠിപ്പിക്കുന്നത്. കജം എന്ന അർത്ഥത്തിൽ ഇതിനെ പഠിപ്പിക്കുന്നുണ്ട്. കജം എന്താണ്? കജനെ എങ്ങനെയൊക്കെ കൊന്നാലും കജൻ വീണ്ടും ജനിക്കും. കജൻ തലമുടിയാണ്. ആകാശമേഘത്തിനും കജം എന്ന് പേരുണ്ട്. കജഭാര എന്നൊക്കെ പറയുന്നത് നല്ല തലമുടിക്കാണ് കജഭാരം എന്ന് പറയുന്നത്. ഈ കജപക്ഷം എന്ന് വെച്ചാൽ നല്ല തലമുടി എന്നാണ് അർത്ഥം. കച്ചിത്തുരുമ്പ് എന്നത് ജീർണിച്ച മുടിയെ വിളിക്കുന്ന പേരാണ് കച്ചിത്തുരുമ്പ്. കജങ്കലം എന്നാൽ സമുദ്രം എന്ന അർത്ഥമുണ്ട്. കാരണം ഈ അവസാനം എല്ലാ രസങ്ങളും കൂടിയും അടിഞ്ഞുകൂടുന്നത്, മുടിയുന്നത് സമുദ്രത്തിലാണ്. അതുകൊണ്ട് സമുദ്രത്തിന് കജങ്കലം എന്ന് പേരുണ്ട്. മുടി സമുദ്രത്തിൽ ലയിക്കും, ഉറപ്പായിട്ടും ലയിക്കുമല്ലോ. അപ്പൊ കേശവം മുടിയാണെങ്കിൽ അത് ജഡ എന്ന കേശമായി സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാൽവിരൽ ഉണ്ണുന്ന ആലിലക്കണ്ണന്റെ ചിത്രം വരച്ചതിലെ കാരണം ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കേശവൻ ഒരു ആലിലയുടെ മുകളിൽ കാൽവിരലുണ്ട് കിടന്നു എന്ന് പറയുമ്പോൾ അത് കൃഷ്ണനായിരിക്കോ അതോ മുടിയായിരിക്കോ? ഒരിക്കലും കൃഷ്ണനല്ല അത്. അതിനെ കൃഷ്ണനാക്കിയത് ഇവിടുത്തെ കൃഷ്ണഭക്തരാണ്. അപ്പൊ മുടി എന്നതും ജഡ എന്നതും ഹലോ ഓക്കെ. ഈ സമുദ്രം, കജങ്കലം എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം. മുടി എന്താണെങ്കിലും വെള്ളത്തിൽ ലയിക്കും, സമുദ്രത്തിൽ ലയിക്കും. കേശവം മുടിയാണെങ്കിൽ ജഡ എന്ന കേശമായി സമുദ്രത്തിൽ പൊങ്ങിക്കിടന്നു കാൽവിരൽ ഉണ്ണുന്ന ആലിലക്കണ്ണന്റെ ചിത്രത്തിലൂടെ, അല്ലെങ്കിൽ ആ ചിത്രം വരച്ചതിലെ കാരണം അത് ഒരു ശിശു കാൽവിരൽ ഉണ്ട് കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ കൃഷ്ണന്റെ പേരെന്താണ്? കേശവൻ എന്നാണ്. ആലിലക്കണ്ണൻ അല്ല. അതിന് ആലിലക്കണ്ണനും അണ്ണനാക്കി മാറ്റിയത് ഇന്നത്തെ ഭക്തശിരോമണികളാണ്. കേശവൻ കണ്ണനല്ല. കേശവൻ ആരാ? കേശവനും കൃഷ്ണനും തമ്മിൽ എന്താ ബന്ധം? കേശവൻ തലമുടിയാണ്. കേശാതിപാദം തൊഴുന്നതെന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? തല മുതൽ കാൽപാദം വരെ തൊഴുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ആലിലക്കണ്ണ നിന്റെ മുരളികയൂതി എന്നൊക്കെ പറഞ്ഞ് പാട്ടെഴുതുമ്പോൾ ആ കവി ഏതോ ബോധമില്ലാത്തൊരു കവിയാണത്. കാര്യം ആലിലക്കണ്ണൻ എവിടെയാണ്? മുരളി. ആലിലക്കണ്ണനത്തെ പ്രപഞ്ച ആരംഭത്തിന് കാരണമായ കേശവനാണ് ഈ ആലിലയിൽ പൊങ്ങിക്കിടന്നത്. ഞാൻ ഒന്നും കൂടി അതിനെ വിവരിക്കാൻ വേണേല്ലേ. മുടി എന്നതും ജഡ എന്നതും ബീജങ്ങളെ വിളിച്ച നാമങ്ങളാണ്. പരമശിവൻ പോലും ജഡയിൽ നിന്നും വസ്തുക്കളെ ജനിപ്പിക്കുന്നുണ്ട്. ശിവന്റെ ജഡയിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായി? വീരഭദ്രന്റെ ഭദ്രകാളി ഉണ്ടായിട്ടില്ലേ? അപ്പൊ ജീവന്റെ കാരണം എവിടെയാണ്? ജീവന്റെ ആദ്യ കാരണം ജഡയല്ലേ, മുടിയല്ലേ? അപ്പൊ വിശ്വത്തിലെ അണുക്കൾ ചേർന്ന് വിഷ്ണു ജനിച്ചു എന്നുള്ള പുരാണ കഥകൾ നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. വിശ്വത്തിലെ സൂക്ഷ്മരൂപങ്ങളാണ് അണുക്കള്. അവയെ നമ്മുടെ സാധാരണ നേത്രം കൊണ്ട് കാണുവാനായിട്ട് സാധിക്കില്ല. ഋഷികൾ അതിനെ വിശ്വത്തിലെ അണു എന്ന അർത്ഥം വരുന്ന വിഷ്ണു എന്ന് നാമകരണം ചെയ്തു. മനസ്സിലാവുണ്ടോ? ഈ വിഷ്ണു ആരാണ് അപ്പോൾ? വിഷ്ണു ശിവനുമല്ല കൃഷ്ണനുമല്ല. വിശ്വത്തിലെ സൂക്ഷ്മ ജീവികളെ വിളിച്ച പേരാണത്. എവിടെയും ഈ അണുക്കളുണ്ട്. അത് അനന്തമായതുകൊണ്ട് അതിന് അനന്തപത്മനാഭനാക്കി ഭക്തന്മാര്. ഭക്തന്റെ ഭാഷയിൽ ഈ അനന്തതയ്ക്ക് പത്മനാഭം എന്ന് നാമകരണം നടത്തി. അവനിലെ ഭക്തൻ തിരുവനന്തപുരത്തുള്ള പത്മനാഭ ക്ഷേത്ര ദർശനം കൊണ്ട് ഒതുങ്ങി. അപ്പോഴും വേദസത്യത്തെ മനസ്സിലാക്കിയില്ല. പത്മനാഭം എന്താണെന്നുള്ളതോ മനസ്സിലാക്കിയില്ല. ബ്രഹ്മം എന്ന അറിവിനെ തേടുന്നവൻ ഈ പത്മനാഭനെ അറിയാൻ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവും. ബ്രഹ്മം എന്ന അറിവിനെ തേടുന്നവൻ ഈ പത്മനാഭൻ ആരാണ് എന്നൊന്ന് അറിയാൻ ശ്രമിച്ചു കാണും. നീലനിറത്തിനെ ഒന്നുകൂടി, ഈ പത്മനാഭന്റെ നീലനിറത്തിനെ ഒന്നുകൂടി വിശദമാക്കിയാൽ, എന്തിനേയും കത്തിക്കുവാൻ നീലയായ അഗ്നിക്ക് കഴിവുണ്ട്. കാരിരുമ്പിനെ കത്തിക്കാൻ നീല നിറമുള്ള അഗ്നിക്ക് സാധിക്കൂ. ശുദ്ധമായ അഗ്നിക്കും ഭക്തരെ ഏത് നിറം കൊടുക്കണത്? രാമനും കൃഷ്ണനൊക്കെ നീല നിറം കൊടുക്കണത്. അപ്പൊ അത്തരം ഭാവനകൾ മനസ്സിലാക്കിയ മനുഷ്യൻ വിഷ്ണു എന്ന അഗ്നിക്ക് നീല നിറം കൊടുത്തു. അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് അനന്തയെ
ആ അനന്തമായ പത്മനാഭനാക്കി അതിനെ. ആ പത്മനാഭനാക്കി ദേവചിത്രങ്ങൾ ഭാവന ചെയ്ത് ശിവരൂപത്തിനും ബ്രഹ്മത്തിനും നീലനിറം കൊടുത്തു. എന്തിനേറെ രാമനും കൃഷ്ണനും നീലനിറക്കാറായി. അവരെല്ലാം അഗ്നിയുടെ രൂപത്തിലുള്ള ദേവസങ്കല്പമാണ്, അല്ലെങ്കിൽ വേദത്തിലെ ചില പദാർത്ഥങ്ങൾ മാത്രമാണ്. അതല്ല, ഈശ്വരനല്ല, ജീവന് കാരണമായ പദാർത്ഥങ്ങളാണ് ഈ കൃഷ്ണനും രാമനും മറ്റുമെല്ലാം. വിശ്വത്തിലെ അണുരൂപത്തെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത സൂക്ഷ്മമായ രൂപത്തെയും ഈശ്വര ഗുണമാണെന്ന് പുരാണങ്ങളും അറിയിക്കുന്നുണ്ട്. മാർക്കണ്ഡേയൻ എന്നാൽ സൂര്യനാണെന്ന് ഞാൻ മുകളിൽ പറഞ്ഞു. മാർക്കണ്ഡേയൻ എന്നാൽ സൂര്യനാണ്. പുരാണങ്ങളിൽ മാർക്കണ്ഡേയനെ മുനിയായി ചിത്രീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പുരാണങ്ങളിൽ മാർക്കണ്ഡേയ മുനിയെ കുറിച്ചുള്ള ഒരു വിവരണം ഇപ്രകാരമാണ്: പ്രളയകാലത്ത് ആലിലയിൽ കാൽവിരലുണ്ട്, ആലിലയിൽ കിടക്കുന്ന ബീജരൂപമായ കേശവനെ ആര് കാണുന്നുണ്ട്? മാർക്കണ്ഡേയ മുനി കാണുന്നുണ്ട്. അത്തരം രചനകൾ സൂര്യൻ എന്നർത്ഥം വരുന്ന മാർക്കണ്ഡേയ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ മാർക്കണ്ഡേയ മുനി ആരാണ്? മാർക്കണ്ഡൻ എന്ന് വെച്ചാൽ സൂര്യനാണ്. സൂര്യൻ തെളിഞ്ഞപ്പോൾ എന്ത് കണ്ടു? കാൽവിരലിലുണ്ട്, ആലിലയിൽ കിടക്കുന്ന ബീജരൂപമായ കേശവനെ കണ്ടു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. പക്ഷെ ജീവന് കാരണമായ ജഡയെ സൂര്യൻ കാണുന്നു. അങ്ങനെ സൂര്യന്റെ വെളിച്ചം ഏൽക്കുമ്പോൾ ഈ ഇരുട്ട് മാറുന്നു. അന്ധകാരം മാറുമ്പോൾ അവിടെ ഫെർമെന്റേഷൻ സംഭവിച്ചു. ഈ കേശത്തിന് കോശമാകുന്നു, ജീവനുള്ള കോശങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം വരുന്ന ഒരു വേദ സത്യത്തെ പുരാണങ്ങള് മാർക്കണ്ഡേയ മുനിയാക്കി, ജഡയെ ആലിലയിൽ കിടക്കുന്ന കൃഷ്ണനാക്കി മാറ്റി. അപ്പൊ ഭക്തിയാണോ ഉണ്ടായത്? അറിവാണോ ഉണ്ടായത്? ഏതാ ഉണ്ടായത്? പറയൂ. എന്ത് വൃത്തികേടാണ് ഇവിടുത്തെ പുരാണങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളോട് ചെയ്തിട്ടുള്ളത്? ആരാണ് മാർക്കണ്ഡേയൻ എന്നൊന്ന് കാണും. സൂര്യനിൽ മുഴുവനും ഹീലിയം കത്തി തീർന്നാൽ അത് കറുത്ത ഗോളമാകും. അപ്പോൾ അർക്കൻ എന്ന് വിളിക്കാനായിട്ട് പറ്റോ? ഇല്ല. അർക്കൻ എന്നാൽ സൂര്യശബ്ദമാണ്. ഒട്ടുമിക്ക മലയാള വാക്യനും വിപരീത അർത്ഥം ലഭിക്കാൻ മാ ചേർക്കാറുണ്ട്. അങ്ങനെ വന്നാൽ മാ അർക്കൻ സൂര്യ ഉൽപ്പത്തിക്ക് മുമ്പുള്ള ഘട്ടമാണ്. അത് അണ്ടരൂപത്തിലായതിനാലും മൃതജീവനായതിനാലും മൃത അണ്ടമായി കാണുക. വീണ്ടും കൽപ്പങ്ങൾ കഴിയുമ്പോൾ സൂര്യനിലെ ഗുണം നശിച്ചു മാർത്താണ്ഡനാകും. എണ്ണയും തിരിയുണ്ട്. കത്താനുള്ള അഗ്നി ലഭിച്ചിട്ടില്ലാത്ത സൂര്യാവസ്ഥയെ മാർക്കണ്ഡയൻ എന്ന് വിളിക്കുന്നു. കത്തി തുടങ്ങിയാൽ അതിനെ സൂര്യൻ എന്ന് വിളിക്കാം. പുരാണങ്ങളിൽ ഒരു മുനിയാണ് സൂര്യൻ. അതിൽ അദ്ദേഹത്തിനും ഭാര്യയുണ്ട്. അഗ്നിയുടെ ഭാര്യ ആരായിരിക്കും? ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞ വിവാഹം കഴിച്ച സ്ത്രീയല്ല, കൂടെ ഉള്ളത്. അഗ്നിയുടെ കൂടെ എന്തുണ്ടാവും? അഗ്നി കത്തി നിന്നിട്ടുണ്ടെങ്കിൽ നീരാവി എന്ന അർത്ഥം വരുന്ന ധൂമാർണ എന്നാണ് ആ സ്ത്രീയുടെ നാമം. മാർക്കണ്ഡ മുനിയുടെ ഭാര്യയുടെ പേര് നീരാവി. അപ്പൊ മാർക്കണ്ഡ മുനി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. മാർക്കണ്ഡ സൂര്യനാണെങ്കിൽ സൂര്യൻ നന്നായിട്ട് ജലത്തിന് മീതെ കടലിന് മീതെ കത്തി നിന്നാൽ എന്ത് സംഭവിക്കും? അർണം എന്ന് വെച്ച ജലം ധൂമമായിട്ട് മാറും, പുകയായിട്ട് മാറും. അതുകൊണ്ട് ധൂമാർണ എന്നാണ് മാർക്കണ്ഡ മുനിയുടെ ഭാര്യയുടെ പേര്. ഒട്ടും തെറ്റല്ല. പക്ഷെ ഇതിന്റെ വേദാർത്ഥത്തിലൂടെ ഈ ധൂമാർണം എന്ന് പറഞ്ഞ സൂര്യന്റെ പത്നിയെ ഭാര്യയെ മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിക്കാറില്ല. കാര്യം പുരാണങ്ങൾ എന്ന് വായിച്ച് നിങ്ങൾ ഒരുതരം വിഡ്ഢി കൂഷ്മാണ്ഡം, ഭക്തി കൂഷ്മാണ്ഡമായിട്ട് മാറുമെന്നല്ലാതെ ജ്ഞാനിയായിട്ട് മാറാനായിട്ട് പോകുന്നില്ല. കൂടുതൽ ഉദാഹരണം എടുത്താൽ മാർക്കണ്ഡ മുനിയുടെ പത്നിയുടെ നാമം ധൂമാർണ എന്ന ഗുണമുള്ള നാമമാണ്. രസകരമായ ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ധൂമാർണം എന്നാൽ നീരാവി എന്നാണ്. ധൂമം പുകയാണ്, അർണം ജലമാണ്. മാർക്കണ്ഡേയ മുനി എന്നത് സൂര്യജനനവും പത്നി സൂര്യതാപം ഏൽക്കുമ്പോൾ ഘനീഭവിച്ചു പോകുന്ന മഴമേഘങ്ങളുമാണ്. ധൂമാർണം നീരാവിയാണെന്ന് വേദപുരാണങ്ങൾ പഠിക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. മാർക്കണ്ഡേയനെ മരണത്തിൽ നിന്ന് ശിവൻ രക്ഷിച്ചു എന്നുള്ള കഥ കൂടി പുരാണത്തിലുണ്ടല്ലോ. ശേഷം എന്നും 16 വയസ്സുള്ളതാക്കി എന്നും കേട്ട് കാണും ഈ മാർക്കണ്ഡേയനെ. സൂര്യൻ ഇപ്പോഴും 16 വയസ്സാണല്ലേ? ഇപ്പോഴും നല്ല ചൂടാണ്. അതെന്നും കുറെ നാളത്തേക്ക് 16 വയസ്സാവും. അത് കഴിഞ്ഞ് 27 ആവും, 37 ആവും, 100 ആവും. അവസാനം ചത്തൊടുങ്ങും. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ പുരാണം എഴുതിയവർക്ക് ഉണ്ടായോ എന്നറിയില്ല. കുറെ നാൾ ഈ മാർക്കണ്ഡേയൻ ചത്തുപോകും. അപ്പൊ ശിവന്റെ ശാപം മൂലം ചത്തതാണെന്ന് പറഞ്ഞ് ഇനി പുരാണം ഉണ്ടാക്കാനായിട്ട് ഇവന്മാര് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വേദം പറയുന്നത് ഈ മാർക്കണ്ഡേയൻ ചത്തൊടുങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. 250 കോടി വർഷം കഴിഞ്ഞ് മരണത്തിന് കീഴടങ്ങാതെ അനേക കോടി വർഷം ജീവിക്കാൻ ശിവൻ വരം നൽകി എന്നതിലെ പുരാണപ്പൊരുൾ സൂര്യനിലെ അനേക കോടി വർഷങ്ങൾ കത്താനുള്ള ഹീലിയത്തെയാണ് വരം എന്ന് പുരാണങ്ങൾ വിളിച്ചു പോകുന്നത്. അതിനാൽ സൂര്യന് ദീർഘായുസ്സുണ്ട്. അനേക കോടി വർഷം യുവത്വത്തോടെ നിലനിൽക്കുന്ന യുവത്വവും ആയുസ്സും സൂര്യനിലുണ്ട് എന്നുകൂടി ചിന്തിച്ച് എന്നും 16 വയസ്സ് എന്നതിലെ പുരാണതത്വം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ.
അതിനെയും കാലൻ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആയതുകൊണ്ടാണല്ലോ യമൻ വധിക്കുവാനായി സൂര്യനെ കാത്തു നിൽക്കുന്നതെന്നും പുരാണരചനകൾ ഉണ്ടാകാനുള്ള കാരണം. ഇനി മതഗ്രന്ഥങ്ങളെല്ലാം ഒരുമയോട് പറയുന്നത് ഈശ്വരൻ ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ്. ദ്രവ്യങ്ങളുടെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെയോ ഗ്രഹനക്ഷത്രങ്ങളെയോ സൃഷ്ടിയിൽ ഈശ്വരന് യാതൊരു പങ്കുമില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ജീവലോക സൃഷ്ടി ഈശ്വരന്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ ജീവന്റെ കർമ്മത്തിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് സൃഷ്ടിയല്ല, പുനഃസൃഷ്ടിയാണ്. ഇനി ഈശ്വരന് ഒരു സാധനം ഇവിടെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും. അതിനുള്ള രസങ്ങളും വസ്തുതകളും സാഹചര്യവും സന്ദർഭവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയൊക്കെ ഉള്ളത് പുനഃസൃഷ്ടിയാണ്. നമ്മളെല്ലാം പുനഃസൃഷ്ടി തന്നെയാണ്. അപ്പൊ പുനഃസൃഷ്ടിവാദം ആദ്യം അവതരിപ്പിച്ചത് കപിലമുനിയാണ്. ആ പുനഃസൃഷ്ടിവാദം വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ മറ്റ് ദർശനങ്ങളിലോ ഉണ്ടായിരുന്നെങ്കിൽ വേദാന്തം ജനിക്കില്ലായിരുന്നു, ഉറപ്പ്. അപ്പൊ ഈശ്വരൻ പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഇവിടുത്തെ വേദാന്തികളാണ്, അല്ലെങ്കിൽ വേദത്തിലാണ്. ആദിപ്രയത്നം എന്ന് പറയുന്നത് അത് പരമാത്മാവിനെ കഴിയൂ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആദ്യ കാര്യത്തിന് ഒരു കാരണമില്ലാതെ ഒന്നുമല്ല ലോകം ഉണ്ടായത് എന്നൊന്നും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ പോലെ വേദം പറഞ്ഞിട്ടൊന്നുമില്ല. ആ ദ്രവ്യത്തിന് സ്വയം പ്രവർത്തിക്കാൻ എന്താണ് ഗ്രാവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ വീക്ക് ന്യൂക്ലിയർ അല്ലെങ്കിൽ ഫോഴ്സ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ ഒക്കെ വിളിക്കുന്ന ആ 4 ശക്തികളെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവര് പറയുന്ന ആ ബ്രഹ്മാവിന്റെ 4 തലയും ആ 4 വേദങ്ങളും ആ ഭാഗത്തുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രം പറയുന്നതും വേദങ്ങൾ പറയുന്നതും കപിലമുനി പറയുന്നതും ഏകദേശം നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ച് വായിച്ചു കഴിയുമ്പോൾ ശാസ്ത്രം ഇപ്പോഴും ഈ കപിലമുനിയുടെ വേദത്തെ ഞാൻ പറയുന്നില്ല, കപിലമുനിയുടെ വാല കെട്ടാൻ കൊള്ളൂല ശാസ്ത്രത്തിന്. ആ ഇലക്ട്രോൺ, ന്യൂട്രോൺ, അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോൺ, ആ സൂപ്പർ സ്ട്രിങ്സ്, അല്ലെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇത് ഹരം, ഭൂമി, ജലം, ആ വായു, വാതകം, തേജസ്, പ്ലാസ്മ എന്നുള്ള അനുപാതത്തില് ഇദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ സൃഷ്ടി പ്രപഞ്ച സൃഷ്ടിയും ജീവലോക സൃഷ്ടി പുനഃസൃഷ്ടിയുമാണ്, അല്ലെങ്കിൽ ഉത്തരമീമാംസയാണ് ഈ സൃഷ്ടിവാദം ആദ്യമായിട്ട് ലോകത്തിലെ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സമയം എന്തായി? ഹലോ, 9:11 നമുക്ക് അടുത്ത ആഴ്ച എന്തിന്റെ ബാക്കി വെക്കാം. ഓക്കെ സാറേ, അത് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാമോ? ഇപ്പോ ടൈം ഉണ്ടോ? അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം കൊടുക്കാം. ഇനി കുറെ ഇതിന്റെ ശരിക്കും നാണ്യകേശത്തിലേക്ക് മുഴുവൻ നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതിന് തൽക്കാലത്തേക്ക് ക്ഷമ ചോദിക്കുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പറയണ്ടേ പഠിപ്പിക്കേണ്ടേ വന്നുകൊണ്ട് ജഡയുടെ കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റിയുള്ളൂ. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. ഉണ്ണികൃഷ്ണൻജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ എന്താണെന്ന് വെച്ച് സംസാരിച്ചോളൂ. നമസ്തേ അൽജി. നമ്മുടെ ഈ വേദമന്ത്രങ്ങളിൽ പറയുന്ന ഋഷി എന്ന് പറയുന്ന പേരുകൾ ആണല്ലോ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അനേകം ഋഷികളുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഋതുക്കൾ എന്ന് പറയുമ്പം ഈ കാലാവസ്ഥ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പം കാലാവസ്ഥ എത്ര തരത്തിലുണ്ട്? അപ്പൊ അതിൽ കൂടുതൽ ഋഷികളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതാണ് സംശയം. ഒന്ന് അഗ്നി, ആംഗിരസ്, വായു, ആദിത്യൻ എന്ന 4 ഋഷികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അതെ അതെ, അത് കാലങ്ങളാണ്. ബാക്കിയൊക്കെ മുനികളാണ്. ഋഷികൾ കുറവാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് പിന്നീട് മുനികളാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നീട് അപ്പൊ ഈ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ ഋതുവല്ല, മുനിയാണ്. ശ്രദ്ധിച്ചോ? മാർക്കണ്ഡേയ മുനി എന്ന് പറഞ്ഞത്. മാർക്കണ്ഡേയ ഋഷി എന്ന് വിളിച്ചിട്ടില്ല അദ്ദേഹത്തെ, ശ്രദ്ധിച്ചോ നിങ്ങള്? അപ്പൊ അതുകൊണ്ട് ചന്ദ്രൻ മുനിയാണ്. ജലത്തെ വിളിച്ചേക്കണം നാരദം എന്നാണ്. നാരദൻ
നാരദൻ എവിടെയും സഞ്ചരിക്കും അല്ലെ? ജലം നീരാവിയായാൽ എവിടെയൊക്കെ പോകും? എല്ലാ ഗ്രഹങ്ങളിലും എത്തൂലേ? അതെ അതെ അതുകൊണ്ടാണ് നാരദൻ എവിടെയും സഞ്ചരിക്കുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാരദൻ മുനിയാണ്, ഋഷിയല്ല. നാരദ മുനി. ആ, അപ്പം ഈ കാറ്റ് മുനിയാണ്. ഉം. കാറ്റ്, അഗ്നി അങ്ങനെയുള്ളതിനൊക്കെ കുറെ കാര്യങ്ങൾക്കൊക്കെ മുനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. കാലങ്ങൾക്ക് മാത്രമാണ് ഋഷികളുടെ പേര് കൊടുത്തിട്ടുള്ളൂ. എത്ര കാലമുണ്ട്? 12 മാസത്തിലും 12 കാലങ്ങളുണ്ട് ഇല്ലേ? അതെ അതെ അതുകൊണ്ട് 12 മുനികളുണ്ട്. മുനികളും ഒരു മുനിയുണ്ട്. അത് 13ാമത്തെ ഒരു മുനിയെ കൂടി പറയുന്നുണ്ട്, ഋഷിയെ കൂടി പറയുന്നുണ്ട്. ഓക്കെ അഞ്ജി. അപ്പൊ ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 കാര്യങ്ങളെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ നാരദ മുനി അല്ലേ? അതെ മാർക്കണ്ഡേയ മുനി. അതെ അതെ ഓക്കെ. പിന്നെ അഞ്ജി, അതേപോലെ വേറൊരു സംശയത്തിനും കൂടി ഇന്നൊരു ഉത്തരം കിട്ടി. അതായത് എത്ര മഹാന്മാരായാലും മരിച്ചു കഴിഞ്ഞാല് പിന്നീട് അവരുടെ പേര് പറയില്ല, ബോഡി അല്ലെങ്കിൽ ജഡം എന്നേ പറയത്തുള്ളൂ. അഞ്ജി പറഞ്ഞ പോലെ വീണ്ടും വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കണം അതിനെ ജഡം എന്ന് മാത്രം പറയുന്നത്. പിന്നീട് പേര് വിളിക്കാറില്ലല്ലോ. ശവം എന്ന് വിളിച്ചോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ മരിച്ചു കിടക്കാണ്, ആരെങ്കിലും വന്ന് ചോദിക്കണം എപ്പോഴാണ് ശവദാഹം എന്നല്ലേ ചോദിക്കുള്ളൂ? അതെ അതെ അല്ല, ബോഡി എപ്പോഴാണ് എടുക്കുന്നതെന്നേ പറയത്തുള്ളൂ, അല്ലാതെ അച്ഛന്റെ പേര് പറയാറില്ലല്ലോ. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ടായിരിക്കണം അല്ലേ? അതെ 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 അതെ. നന്ദി അഞ്ജി. ഓക്കെ ഓക്കെ. പ്രദീപ് ചേച്ചി ചോദിച്ചോളൂ. സോറി അറിയാണ്ട് ചെയ്താ. ഓക്കെ. സാർ ഇവിടെ ക്ലാസ് നടന്നിരുന്നപ്പോ റെക്കോർഡാണ് സാർ, റെക്കോർഡാണ്. ക്ലാസ് നടന്നിരുന്നപ്പോ സൈനബ എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിനിറ്റ്, ഞാനത് വായിക്കാവേ. ആലില ജീവനെ സപ്പോർട്ട് ചെയ്യുമോ? കേശവൻ ആലിലയിലല്ലേ പൊങ്ങിക്കിടന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ മെസ്സേജ് ഇട്ടതാണ്. ഇവിടെ ഈ പണ്ട് ഈ കാരണന്മാരൊരു പാട്ട് പാടുന്നു. പുത്തരി വെട്ടി പൂമഴ പെയ്തു ഭൂമി തണുത്തു ആല് മുളച്ചു ആലിൻ മുകളിൽ തത്തയിരുന്നു തിത്താരത്ത തിത്തിത്തൈ എന്നുള്ളതാണ്. ആലിന്റെ പ്രത്യേകത ചെറിയ ഒരു ജീവന്റെ കണികയാണ് അതിനകത്തുള്ളത്. ഒരു 50 വർഷമോ 150 വർഷമോ 200 വർഷമോ കഴിഞ്ഞാലും അനുകൂല സാഹചര്യം വന്നാൽ കോൺക്രീറ്റിന്റെ ഉള്ളിൽ നിന്നും ആല് മുളയ്ക്കും. അതുകൊണ്ട് ആലിനും അതുകൊണ്ടാണ് ആലിലയുടെ മുകളിൽ എന്ത് കിടന്നു എന്ന് പറയുന്നത്? ജീവന്റെ ഗുണമായ ജഡവസ്തു വന്നപ്പോൾ അമൃത ഗുണം എന്ന് പറയുന്നത് ജലമാണ്. അല്ലെങ്കിൽ ഈ ആലില ഒക്കെ അമൃത ഗുണമുണ്ട്, അല്ലെങ്കിൽ ആലിന് അമൃത ഗുണമുണ്ട്. ആ അർത്ഥത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ആലിലയുടെ മുകളിൽ കാൽവിരലുണ്ട്, ഇത് കേശവൻ കിടന്നു എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം. ഈ നിങ്ങൾ എന്തെങ്കിലും എന്താ നമ്മുടെ തിരുച്ചെന്തൂരല്ല, മരുതമലയിൽ എന്തെങ്കിലും, മരുതമലയിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, വെച്ചാൽ മുരുകന്റെ അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. നിങ്ങൾ മരുതമലയിൽ ചെന്നിട്ട് അവിടുത്തെ ആലിനെ മുഴുവനും ശ്രദ്ധിക്കാം. ആലിന്റെ തോല് പച്ച നിറമായിരിക്കും. അവിടുത്തെ ഇലകളൊക്കെ നോക്കുക, എത്ര കൊടിയ വേനൽ വന്നാലും ഉണങ്ങുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. അവിടുത്തെ തെങ്ങയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒട്ടുമിക്കപ്പോഴും തേങ്ങ ഉണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് മരതകം കൂടുതലാണ്, അമൃത് കൂടുതലാണ്. അപ്പൊ ആലിന് മാത്രം, നിങ്ങൾ എവിടെ ആലിന് പച്ച നിറം കണ്ടിട്ടുണ്ടോ? അതിന്റെ തോലൊക്കെ ഒരു തരം എന്താ അതിനെ പറയുക, എന്ത് നിറമെന്ന് പറയാനായിട്ട് പറ്റില്ല. അലൂമിനിയം കളറിൽ ബ്ലാക്ക് ചേർത്താൽ എന്തായിരിക്കും, അതാണ് അതിന്റെയൊക്കെ നിറം. പക്ഷെ ഈ മരുതമലയിലെ ആലിനും ഒട്ടുമിക്കതിനും ഹരിതം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഹരിതാപമായ മുടികളുണ്ട്, ഹരികേശം എന്ന് പറയും. ഈ ഹരികേശം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തോട്ടിലോ കനാലിലോ ചെന്നിട്ടുണ്ടെങ്കിൽ മുടിയുടെ രൂപത്തിലുള്ള
പച്ച മുടിയെ നിങ്ങൾക്ക് ഈ ഒഴുകുന്ന വെള്ളത്തിൽ അത് ഇങ്ങനെ മുടി അങ്ങാടും ഇങ്ങോട്ടും ഉലയുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഹരികേശം. ഹരികേശം എന്താണ് ഹരികേശം എന്നുള്ള? ഹരി പച്ച നിറമാണ് ഹരിയുടെ. ഹരിതാപമായ കേശത്തെയാണ് ഹരികേശം എന്ന് പറയുന്നത്. അതിന് ചില ആൾക്കാരൊക്കെ ഹരികൃഷ്ണൻ എന്ന് പേരിടുന്നുണ്ട്. ഇനി കേൾക്കുമ്പോൾ ചിരി വരും ആ പേര് കേൾക്കുമ്പോൾ. കൃഷ്ണൻ കറുത്തതാണ്. ഹരികൃഷ്ണൻ എന്ന് പേരിടുന്നത് ലോകമണ്ടത്തരം. മനസ്സിലാവുന്നുണ്ടോ? കാര്യം കറുത്ത ഹരി എന്ന് വെച്ചാൽ പച്ചയാണ്. പച്ചയും കറുപ്പും എന്നാണ് അതിന് പേര് അർത്ഥം വരുന്നത്. ഇവിടെ വരുന്നത് നേരെ മറിച്ചാണ്. ഈ ഹരികേശ് എന്ന് പറയുമ്പോൾ പച്ചമുടിയുണ്ട്. പച്ചമുടി ഉണ്ടെന്നുള്ളതിന് സത്യമാണ്. അത് എന്തിനുള്ളതാണ്? ജലത്തിൽ നിന്ന് ഒരു തരം പായലുണ്ടാവും. ആ പായൽ ഏറെ നാള് മണ്ണിനോട് ചേർന്ന് കിടന്നാൽ അത് ചെറിയ ചെടിയാവും. ഏറെ നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹരികേശത്തിന് കാരണമാകും. അപ്പൊ വൃക്ഷത്തിന് കാരണമാകും. വൃക്ഷത്തിന് കാരണമായത് ഹരികേശത്തിൽ നിന്നാണ്. വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ പതീനാം പശൂനാം പതിയേ നമോ നമോ എന്നുള്ളൊരു ഭാഗം നിങ്ങൾ കേട്ട് കാണൂലേ? വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ പശൂനാം പതയേ. ശ്രീരുദ്രത്തിൽ ഈ ഹരികേശത്തിൽ നിന്നാണ് വൃക്ഷങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. ഓക്കെ.